നമസ്കാരം. ഗവർണർക്കെതിരായ പ്രതിഷേധം, വിമർശനം തുടരുകയാണ്. മുഖ്യമന്ത്രിയും മന്ത്രിമാരും രൂക്ഷ വിമർശനം ഉന്നയിക്കുമ്പോൾ ഗവർണർക്കെതിരെ കേന്ദ്രത്തെ സമീപിക്കാൻ സാധ്യതയുണ്ട് എന്ന സൂചനയും പുറത്തുവന്നു. പാർലമെന്റിലാകട്ടെ എംപിമാരുടെ കൂട്ട സസ്പെൻഷൻ ഇന്നും സംഭവിച്ചു. ഇന്ന് മാത്രം 50 എംപിമാരെയാണ് സസ്പെൻഡ് ചെയ്തത്. പ്രതിഷേധം തുടരും എന്നതാണ് പ്രതിപക്ഷ നിലപാട്. തമിഴ്നാട്ടിൽ മഴയ്ക്ക് ശമനമുണ്ട്, എന്നാൽ പ്രളയക്കെടുതികൾ അതിരൂക്ഷമാണ്. അങ്ങനെ ഇന്ന് സംഭവിച്ച ഏറ്റവും പ്രധാന വാർത്തകൾ നമ്മൾ ആഴത്തിൽ പരിശോധിക്കുകയാണ്. ഇന്ന് സംഭവിച്ചത് തുടങ്ങുന്നു. സ്വാഗതം. ആദ്യ വാർത്തയിലേക്ക്. പോര് തുടർന്ന് ഗവർണർ. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരായ പ്രതിഷേധവും നിലപാടുകളും ചർച്ചയായി തുടർച്ചയാകുകയാണ് 4ാം ദിവസവും. പല്ല് ചികിത്സയ്ക്ക് പോയ ഗവർണർക്ക് നേരെ തിരുവനന്തപുരത്ത് SFI പ്രവർത്തകർ കരിങ്കൊടി കാട്ടി. ആശുപത്രിക്ക് മുന്നിൽ SFI ഉയർത്തിയ ബാനർ വാഹനം പാർക്ക് ചെയ്ത് ഗവർണറുടെ കാഴ്ചയിൽ നിന്ന് പോലീസ് മറച്ചിരുന്നു. ചികിത്സ കഴിഞ്ഞ് മടങ്ങുമ്പോഴാണ് പട്ടത്ത് കരിങ്കൊടി കാട്ടിയത്. ദൃശ്യങ്ങളിലേക്ക്. ഗവർണർ പ്രോട്ടോകോൾ ലംഘിച്ച് മിഠായി തെരുവിൽ ഇറങ്ങിയത് അനുകരണീയ മാതൃകയല്ലെന്ന് മുഖ്യമന്ത്രി വിമർശിച്ചു. ഈ നമ്മുടെ രാജ്യത്ത് ഇതുപോലുള്ള ആളുകൾക്ക് ഈ ഒരു നോട്ടീസും ഇല്ലാതെ പെട്ടെന്ന് ഇറങ്ങി ചെല്ലാൻ പറ്റുന്ന എത്ര സ്ഥലങ്ങൾ വേറെയുണ്ട്, എത്ര സംസ്ഥാനമുണ്ട്. അതാണ് കേരളത്തിൻ്റെ ഒരു പ്രത്യേകത. കേരളത്തിൽ ഇറങ്ങി ചെല്ലുന്നതിനോ നടക്കുന്നതിനോ സാധാരണഗതിയിൽ ഒരു പ്രയാസമില്ല. അപ്പോൾ കേരളത്തിൻ്റെ ക്രമസമാധാന നില വളരെ ഭദ്രമാണ് എന്ന് ഈ ഗവർണർക്ക് തന്നെ ഇതിലൂടെ ബോധ്യമാവുകയും അത് തൻ്റെ നടപടിയിലൂടെ രാജ്യത്തെ ബോധ്യപ്പെടുത്തുന്ന നിലയും വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അങ്ങനെയായാലും ഇത് ചെയ്യാൻ പാടില്ല. ഈ ക്രമസമാധാന നില വളരെ ഭദ്രമായാലും ഒരു ഉന്നത സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തി സാധാരണ പ്രോട്ടോക്കോളൊക്കെ ലംഘിച്ച് തോന്നിയ പോലെ ഇറങ്ങി നടക്കുന്നത് അത് അനുകരണീയമായ മാതൃകയല്ല. അത് ചെയ്തത് തീർത്തും തെറ്റായൊരു കാര്യമാണ്. മന്ത്രിമാരും അതിരൂക്ഷമായി ഗവർണറെ വിമർശിച്ചപ്പോൾ KPCC അധ്യക്ഷൻ K സുധാകരൻ വേറിട്ട പ്രതികരണവുമായി രംഗത്തെത്തി. ഗവർണർ നാമനിർദ്ദേശം ചെയ്തവരിൽ സംഘപരിവാർ അനുകൂലികൾ ഉൾപ്പെട്ടു എന്ന വിമർശനത്തിന് അവരും ജനാധിപത്യത്തിന്റെ ഭാഗമാണ് എന്നായിരുന്നു K സുധാകരന്റെ മറുപടി. ഒരു അക്കാഡമിഷ്യന്റെ ക്വാളിഫിക്കേഷൻ മാനിച്ചുകൊണ്ട് ഒരു ഗവർണർ ചെയ്യുന്ന കാര്യത്തെ ഞങ്ങൾ എന്തിനു വിമർശിക്കണം? സംഘപരിവാറിന്റെ ആളുകളെ മാത്രം വെച്ച് പോകുന്നുവെങ്കിൽ ഞങ്ങൾക്ക് വിമർശിക്കാം. സംഘപരിവാറിൽ കൊള്ളുന്നവരുണ്ടെങ്കിൽ അവരെ വെക്കുന്നതിന് ഞങ്ങൾ എങ്ങനെ എതിർക്കുക? കോൺഗ്രസിന്റെ അകത്ത് എല്ലാവരെയും വെക്കാൻ പറ്റില്ല. വെക്കാൻ പറ്റുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരെ വെക്കുമ്പോൾ ഞങ്ങൾക്ക് സന്തോഷമാണ്. ഞങ്ങളത് സ്വീകരിക്കും. അത് ഗവർണറുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടത് ഞങ്ങളുടെ ഉത്തരവാദിത്വം. ഈ വന്നിരിക്കുന്നവർ ആ പോസ്റ്റിൽ ഇരിക്കാൻ യോഗ്യരാണോ എന്നതാണ് ഞങ്ങൾ പരിശോധിക്കുന്നത്. ഞങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നു. ഞങ്ങളൊരു ടീമിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. അവരെ എല്ലാ പിൻകാലത്തെ കഥയും പരിശോധിക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. അവർ അക്കാഡമിഷ്യൻ അല്ല, ഒരു എക്സ്പേർട്ട് അക്കാഡമിഷ്യൻ അല്ല എങ്കിൽ ഞങ്ങൾ പേരെടുത്ത് പറഞ്ഞ് വിമർശിക്കും. കാലിക്കറ്റ് സർവകലാശാലയിൽ സനാതന ധർമ്മപീഠവും ഭാരതീയ വിചാര കേന്ദ്രവും സംഘടിപ്പിച്ച സെമിനാറിൽ നിന്ന് വിട്ടുനിന്നതിൽ ഗവർണർ വിശദീകരണം ചോദിച്ചിട്ടില്ലെന്ന് വൈസ് ചാൻസലർ ഡോക്ടർ MK ജയരാജ് പറഞ്ഞു. SFI ഉയർത്തിയ ബാനർ നീക്കാത്തതിനെക്കുറിച്ച് വിശദീകരണം നൽകുമെന്നും VC അറിയിച്ചു. പകരം ചുമതലപ്പെടുത്തിയില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അല്ല, പ്രോവിസി കൂടി ഉണ്ടായിരുന്നില്ലല്ലോ, പെട്ടെന്നുണ്ടായ അസുഖല്ലേ. അന്ന് ഗവർണർ താങ്കളെ വിളിച്ചു വരുത്തി വലിയ തോതിൽ ആക്രോശിക്കില്ല. അതിപ്പോ ഞാനൊന്നും പറയില്ല, ഞാൻ പിന്നെ പറയാം. ഇപ്പൊ ഒന്നും പറയുന്നില്ല. എനിക്ക് അതിപ്പോ കൊടുക്കും തയ്യാറാക്കിയിട്ടുണ്ട്. അല്ല, ഞാൻ അതിനെ കുറിച്ച് ഇപ്പൊ ഒന്നും പ്രതികരിക്കുന്നില്ല. സുപ്രീം കോടതിയിലെ നിയമ നടപടിക്ക് പുറമെ രാഷ്ട്രപതിയെ സമീപിക്കുന്നതിനുള്ള നിയമവശങ്ങൾ കൂടി പരിശോധിക്കുകയാണ് സർക്കാർ. ഗവർണറെ തിരിച്ചു വിളിക്കാൻ ആവശ്യപ്പെടുന്നതിന്റെ സാധ്യതകളും സർക്കാർ പരിശോധിക്കുന്നുണ്ട്. VA ഗിരീഷാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. ഗിരീഷ്, ഇന്നിപ്പോൾ ഗവർണർക്ക് വിമർശനമുണ്ട്. രൂക്ഷ വിമർശനമാണത് മുഖ്യമന്ത്രി നടത്തുന്നു, മന്ത്രിമാർ നടത്തുന്നു. ഇനിയിപ്പോൾ അടുത്ത നടപടി എന്ന തരത്തിലേക്ക് എന്താണ് സർക്കാർ സ്വീകരിക്കാൻ പോകുന്നത്? ഇനിയും ഒരു 8 മാസത്തോളം ഗവർണർക്ക് കാലാവധി ബാക്കിയുണ്ട്.
മുന്നോട്ട് എങ്ങനെ പോകുമെന്നൊക്കെയുള്ളതിൽ വലിയ ആശങ്ക സർക്കാരിന് സ്വാഭാവികമായും ഉണ്ടാകും. അതുകൊണ്ട് തന്നെ വിശദമായി തന്നെ കാര്യങ്ങൾ കേന്ദ്രത്തെ ധരിപ്പിക്കാനാണോ നീക്കം? അനുജ, സർക്കാരും ഗവർണറും തമ്മിലുള്ള തർക്കം രൂക്ഷമാകുമ്പോഴും ഇരു കൂട്ടരും കടുത്ത നിലപാടിൽ തന്നെ നിൽക്കുകയാണ്. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഗവർണറുടെ നടപടിക്കെതിരെ കേന്ദ്രത്തെ സമീപിക്കാനും അതോടൊപ്പം തന്നെ രാഷ്ട്രപതിയെ സമീപിക്കാനുമാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ നീക്കം. നേരത്തെ മുഖ്യമന്ത്രിയും മന്ത്രിമാരുമെല്ലാം അതിനിശിതമായ ഭാഷയിലാണ് ഗവർണറെ വിമർശിക്കുന്നത്. ഇതോടൊപ്പം നിയമപരമായ മറ്റ് നടപടികൾ കൂടി, നിയമപരവും രാഷ്ട്രീയപരവുമായ നടപടികൾ സ്വീകരിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ സർക്കാരും ഇടതുമുന്നണിയും എടുത്തിരിക്കുന്ന ഒരു പൊതു നിലപാട്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് കേന്ദ്രത്തിന് ഇക്കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് കത്ത് നൽകുന്നതിന് ഇപ്പോൾ സംസ്ഥാന സർക്കാർ ആലോചന നടക്കുന്നത്. ഇത് കത്ത് തയ്യാറാക്കുന്നതിനുള്ള നടപടികളിലേക്ക് കടന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. സംസ്ഥാന സർക്കാരിനെ പലവട്ടം ഗവർണർ പ്രതിസന്ധിയിലാക്കുന്നു. സംസ്ഥാന ഭരണം സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് കഴിയുന്നില്ല. മാത്രമല്ല, പ്രോട്ടോകോൾ ലംഘിച്ചുകൊണ്ട് ഇത്തരത്തിൽ ക്രമസമാധാന പ്രശ്നമാണ് സംസ്ഥാനത്തുള്ളത് എന്ന് വരുത്തി തീർക്കുന്നതിനുള്ള ശ്രമങ്ങൾ ഗവർണറുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. ഒരു ഭരണഘടനാ തലവൻ എന്ന നിലയിൽ ഗവർണറുടെ ഈ പ്രവൃത്തി ഒരു കാരണവശാലും അംഗീകരിക്കാനാകില്ല. അതിനാൽ ഗവർണറെ തിരിച്ചു വിളിക്കണം എന്ന് ആവശ്യപ്പെടുന്നതിനുള്ള സാധ്യതകളാണ് ഇപ്പോൾ CPM രാഷ്ട്രീയമായി ആലോചിക്കുന്നത്. ഇക്കാര്യത്തിൽ ഒരുപക്ഷെ നിയമോപദേശം തേടാനുള്ള സാധ്യതയുണ്ട്. മറ്റൊന്ന്, കേന്ദ്രത്തെ കത്തെഴുതുന്ന കാര്യത്തിൽ സംസ്ഥാന സർക്കാർ തീർച്ചയായും നിയമോപദേശം തേടും. ഇക്കാര്യത്തിൽ ഏതൊക്കെ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടായിരിക്കണം കേന്ദ്രത്തിന് കത്ത് നൽകേണ്ടത് എന്ന കാര്യമൊക്കെ ഈ നിയമോപദേശത്തിന് ശേഷമാകും തീരുമാനിക്കുക. ഏതായാലും ഗവർണറും നിലപാടിൽ ഒട്ടും മയപ്പെടുന്നില്ല. കാലിക്കറ്റ് VCക്ക് ഇപ്പോൾ വിശദീകരണം നൽകുന്നതിനുള്ള ഒരു തീരുമാനത്തിലേക്ക് രാജ്ഭവൻ എത്തുന്നു. ഇത് കഴിഞ്ഞ ദിവസം താൻ ഉദ്ഘാടനം ചെയ്ത സെമിനാറിൽ നിന്ന് VC വിട്ടുനിന്നതാണ് ഗവർണറെ പ്രകോപിപ്പിച്ചത്. മനഃപൂർവ്വം വിട്ടുനിന്നു എന്ന് തന്നെയാണ് രാജ്ഭവൻ്റെ ഒരു വിലയിരുത്തൽ. കാരണം അനാരോഗ്യമുണ്ട് അക്കാര്യം ചൂണ്ടിക്കാട്ടുകയും അതിനുശേഷം VCയെ ചുമതല ഏൽപ്പിക്കുകയും ചെയ്യാമായിരുന്നു എന്ന് രാജ്ഭവൻ വിലയിരുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ VCയുടെ ഈ പ്രവൃത്തി ഗവർണറെ അപമാനിക്കുന്നതിന് തുല്യമാണ് എന്നും ഇപ്പോൾ രാജ്ഭവൻ വിലയിരുത്തുന്നുണ്ട്. ഇതിനിടെ തന്നെയാണ് SFI ഉയർത്തിയ രാഷ്ട്രീയ മുദ്രാവാക്യം, SFI ഉയർത്തിയ പ്രതിഷേധം ഇത് മറ്റ് ബഹുജന സംഘടനകളിലേക്ക് കൂടി വ്യാപിപ്പിക്കാനുള്ള CPMൻ്റെ ഒരു നീക്കം നടക്കുന്നത്. DYFIയും അതിനുശേഷം മറ്റ് വർഗ ബഹുജന സംഘടനകളും ഈ പ്രശ്നം ഏറ്റെടുത്തുകൊണ്ട് രാഷ്ട്രീയമായി ഈ വിഷയത്തെ ഗവർണറെ നേരിടുക എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ CPM മുന്നോട്ട് വെക്കുന്ന തന്ത്രവും. അനുജ, ഇതിനിടെ ഇപ്പോൾ ഇന്ന് KPCC അധ്യക്ഷന്റെ ഒരു പ്രതികരണം വരുന്നുണ്ടല്ലോ. അത് ഈ വിഷയത്തിലുള്ള ഒരു പ്രധാനപ്പെട്ട പ്രതികരണം തന്നെയാണ് ഗിരീഷ്. അതായത് സെനറ്റിലേക്ക് നാമനിർദ്ദേശം ചെയ്യുമ്പോൾ ആ പ്രതിനിധികൾ അതിപ്പോൾ സംഘപരിവാർ അനുകൂലികളാണ് എന്നതിൽ എങ്ങനെ തെറ്റ് കാണാൻ കഴിയും, അവർക്ക് യോഗ്യതയുണ്ടോ എന്നുള്ളിടത്താണ് പ്രശ്നം വരുന്നത് എന്നതാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. ഇപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായ ഒരു കമ്മിറ്റിയെ കൂടി രൂപീകരിച്ചിട്ടുണ്ട് എന്നാണല്ലോ അദ്ദേഹം വ്യക്തമാക്കുന്നത്. അപ്പോൾ ഈ വിഷയത്തിലുള്ള കോൺഗ്രസിന്റെ നിലപാട് കൂടിയാണല്ലോ അതിലൂടെ തുറന്നു കാട്ടപ്പെടുന്നത്. അനുജ, ഈ സെനറ്റിലേക്ക് അംഗങ്ങളെ നിർദ്ദേശം ചെയ്തതിൽ തന്നെ ചില പാകപ്പിഴകൾ, അതായത് പാകപ്പിഴകൾ എന്ന് പറയാൻ പറ്റില്ല, ചില രാഷ്ട്രീയ ആരോപണങ്ങൾ നേരത്തെ തന്നെ SFIയും DYFIയും ഒക്കെ ഉന്നയിച്ചിരുന്നു. കാരണം ഈ ഗവർണർ സെനറ്റിലേക്ക് നോമിനേറ്റ് ചെയ്തവരിൽ പലരും മുസ്ലിം ലീഗിൻ്റെ പ്രതിനിധികളും അതോടൊപ്പം തന്നെ കോൺഗ്രസിൻ്റെ പ്രതിനിധികളുമാണ് എന്നുള്ളതായിരുന്നു SFI ഉയർത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാദം. എന്നാൽ ഇതിന് കോൺഗ്രസ് ഇതുവരെ മറുപടി നൽകിയിട്ടുമില്ല. ഇപ്പോൾ ഇതാദ്യമായിട്ടാണ് ഇത്തരത്തിൽ KPCC പ്രസിഡന്റ് ഒരു മറുപടി നൽകുന്നത്. സ്വാഭാവികമായും ഇക്കാര്യത്തിൽ പ്രതിപക്ഷ നേതാവിൻ്റെ മറുപടി എന്താണ് എന്നുള്ളതാണ് ഇനി കാത്തിരിക്കുന്നത്. ഈ നിലപാട് തന്നെയാണോ പ്രതിപക്ഷ നേതാവിനുള്ളത്? അങ്ങനെയെങ്കിൽ രാഷ്ട്രീയമായി കോൺഗ്രസ് പുതിയൊരു തന്ത്രം സ്വീകരിക്കുന്നു എന്ന നിലയിലേക്ക് അതിനെ കാണേണ്ടി വരും. അതെല്ലാം മറിച്ചാണെങ്കിൽ ഒരുപക്ഷെ കോൺഗ്രസിനുള്ളിൽ ഈ വിഷയത്തിലുണ്ടായിരിക്കുന്ന ആശയ സംഘടനം കൂടിയായിരിക്കും പുറത്തു വരുന്നത്. ഏതായാലും ഇക്കാര്യത്തിൽ കോൺഗ്രസിൻ്റെ നിലപാട് ഇനിയും കുറച്ചുകൂടി വ്യക്തമാകേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഒരു കമ്മിറ്റിയെ നിയോഗിച്ച ശേഷം ഇക്കാര്യങ്ങളെല്ലാം പഠിച്ച് വിമർശനം ആവശ്യമെങ്കിൽ ഉന്നയിക്കാം എന്ന ഒരു നിലപാടിലേക്ക് ഇപ്പോൾ KPCC പ്രസിഡന്റ് എത്തിച്ചേർന്നിരിക്കുന്നതും. ശരി, അതാണ് ഗവർണറുമായി ബന്ധപ്പെട്ട വിഷയത്തിന്റെ ഒരു സമഗ്ര ചിത്രം. ഇന്ന് ഈ പാർലമെന്റിൽ സംഭവിച്ചത് എന്താണ് എന്നതിലേക്കാണ് നമ്മൾ പോകുന്നത് ഒരു ഇടവേളയ്ക്ക് ശേഷം. ഇന്ന് സംഭവിച്ചതിലേക്ക് തിരികെ. പാർലമെന്റിൽ ഇന്നും ബഹളം. പ്രതിപക്ഷത്തെ തല്ലിക്കൊഴിച്ച് പാർലമെന്റ്. തുടർച്ചയായ രണ്ടാം ദിവസവും പാർലമെന്റിൽ കൂട്ട സസ്പെൻഷൻ. ഇന്ന് 50 അംഗങ്ങളെ സസ്പെൻഡ് ചെയ്തു. ഇന്നലെ 78 അംഗങ്ങളെയും കഴിഞ്ഞ ആഴ്ച 14 പേരെയും സസ്പെൻഡ് ചെയ്തിരുന്നു. ഇതോടെ ഈ സഭാകാലത്ത് സസ്പെൻഡ് ചെയ്യപ്പെട്ടവർ 142ആയി.
ഇന്ന് സസ്പെൻഷനിലായവരിൽ KPCC അധ്യക്ഷൻ കെ സുധാകരൻ, ഡോക്ടർ ശശി തരൂർ, അബ്ദുസമദ് സമദാനി, അടൂർ പ്രകാശ്, ഡാനിഷ് അലി, സുപ്രിയ സുലെ എന്നിവർ ഉൾപ്പെടും. സസ്പെൻഷനു ശേഷം സഭ തുടങ്ങിയപ്പോഴും ശേഷിക്കുന്ന പ്രതിപക്ഷ അംഗങ്ങൾ ബഹളം വച്ചു. ഇതോടെ BJP അംഗങ്ങൾ ജയ് ശ്രീറാം വിളിച്ചു. സഭ ഉച്ചയ്ക്ക് ശേഷം തുടങ്ങിയപ്പോഴും തുടരാനാകാതെ നിർത്തിവെച്ചു. ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി. ബൽറാം, കൂട്ട സസ്പെൻഷന്റെ വാർത്ത എല്ലാ ദിവസവും വരികയാണ്. ഇനിയിപ്പോൾ പ്രതിപക്ഷാംഗങ്ങൾ എത്ര ബാക്കിയുണ്ട് എന്നുള്ളത് നമ്മൾ വളരെ എളുപ്പം പറയാൻ കഴിയുമെന്നുള്ളതാണ്. ബില്ലുകളൊക്കെ വേഗം പാസ്സാക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് കൂടി സർക്കാർ എത്തുകയാണ്. അനുജ, സർക്കാരിൻ്റെ ലക്ഷ്യം ഈ നീക്കത്തിൽ വളരെ സ്പഷ്ടമാണ്. കാരണം ഈ ഇത്രയും വലിയ സസ്പെൻഷൻ പാർലമെൻറ്റിൻ്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ സസ്പെൻഷൻ നടപടികൾ നടന്നുകൊണ്ടിരിക്കുമ്പോഴും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള ബില്ല് അവതരണങ്ങളും അത് പാസ്സാക്കിയെടുക്കുന്ന നടപടികളും പുരോഗമിക്കുകയാണ്. ലോക്സഭയിൽ പ്രൊഫഷണൽ ടാക്സസ് ബില്ല് പാസ്സാക്കിയിരിക്കുന്നു. ഇത്തരത്തിലുള്ള നടപടികൾ, അതായത് പ്രതിപക്ഷത്തെ പൂർണ്ണമായും മാറ്റി നിർത്തിക്കൊണ്ട് തന്നെ ഈ നിയമനിർമ്മാണ നടപടികളുമായി മുന്നോട്ട് പോകാം എന്ന് അക്ഷരാർത്ഥത്തിൽ തെളിയിക്കുക തന്നെയാണ് സർക്കാർ ചെയ്യുന്നത്. ഇന്ന് ലോക്സഭയിൽ 50 പേരെയാണ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. പ്ലക്കാർഡുകൾ കൊണ്ടുവരിക, ഒപ്പം തന്നെ നടുത്തളത്തിൽ ഇറങ്ങി പ്രതിഷേധിക്കുക എന്നീ കുറ്റങ്ങൾ ചുമത്തിയാണ് ഈ 50 പേരെയും സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. കേരളത്തിൽ നിന്നുള്ള അംഗങ്ങളിൽ ഇനി 4 പേർ മാത്രമാണ് ലോക്സഭയിൽ സസ്പെൻഷൻ ലഭിക്കാതെ അവശേഷിക്കുന്നത് എന്നുള്ളതാണ് നിലവിലുള്ള സാഹചര്യം. സമാനമായ സാഹചര്യം തന്നെയാണ് രാജ്യസഭയിലും. രാജ്യസഭയിൽ ഇന്ന് അധ്യക്ഷൻ ജഗ്ദീപ് ധങ്കർ അതിരൂക്ഷമായ ഭാഷയിൽ പ്രതിപക്ഷാംഗങ്ങളെ രാഹുൽ ഗാന്ധിക്കും സോണിയാഗാന്ധിക്കും സസ്പെൻഷൻ ഉണ്ടോ? അനുജ, നിലവിൽ രാഹുൽ ഗാന്ധിക്കും സോണിയാഗാന്ധിക്കും സസ്പെൻഷൻ ഇല്ല. ഒപ്പം തന്നെ കേരളത്തിൽ നിന്നും രാഹുൽ ഗാന്ധിയെ കൂടാതെ മറ്റ് 3 അംഗങ്ങൾക്ക് കൂടി സസ്പെൻഷൻ ലഭിച്ചിട്ടില്ല. മറ്റെല്ലാവർക്കും സസ്പെൻഷൻ ഉണ്ട്. പ്ലക്കാർഡുകൾ പിടിച്ച് നടുത്തളത്തിൽ ഇറങ്ങുന്ന അംഗങ്ങൾക്കെതിരെയാണ് നടപടി എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട സഭാധ്യക്ഷൻ, ഒപ്പം തന്നെ ലോക്സഭയിൽ പാർലമെന്ററി കാര്യമന്ത്രി പ്രഹ്ലാദ് ജോഷിയും ഈ സസ്പെൻഷൻ സംബന്ധിച്ചുള്ള പ്രമേയം അവതരിക്കുന്ന ഘട്ടത്തിൽ വിശദീകരിച്ചത്. രാജ്യസഭയിൽ ശക്തമായ ഭാഷയിൽ അധ്യക്ഷൻ വിമർശിക്കുന്ന രംഗങ്ങൾ ഇന്നുണ്ടായി. അല്പസമയം മുമ്പ് രാജ്യസഭ 5 മണിവരെ പിരിഞ്ഞിരിക്കുകയാണ്. ആ ഘട്ടത്തിലും പ്രതിപക്ഷ അംഗങ്ങൾക്കെതിരെ വിമർശനം ഉന്നയിച്ചു. പ്രത്യേകിച്ചും പ്രതിപക്ഷ നിരയിൽ നിന്നും ജയാ ബച്ചനാണ് രാജ്യസഭയിൽ ഇപ്പോൾ ശക്തമായ ശബ്ദമുയർത്തി പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുന്നത്. ജയാ ബച്ചനെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് തന്നെയാണ് രാജ്യസഭാ അധ്യക്ഷൻ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. സമാനമായ നടപടികൾ രാജ്യസഭയിലും ഉണ്ടായിരിക്കും എന്നുള്ള സാഹചര്യം തന്നെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഇതുവരെ 142 പേർക്കാണ് ഈ കഴിഞ്ഞ ആഴ്ച പാർലമെന്റിലെ ലോക്സഭയിൽ ഉണ്ടായ സുരക്ഷാ വീഴ്ചയെ തുടർന്നുണ്ടായ പ്രതിഷേധത്തിന്റെ പേരിൽ 142 അംഗങ്ങളെയാണ് ഇരു സഭകളിലുമായി സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഇന്നലെ മാത്രം 79 അംഗങ്ങളെ സസ്പെൻഡ് ചെയ്തു ഇരു സഭകളിലുമായി. ഇതിനു പുറമെയാണ് ഇന്ന് ലോക്സഭയിൽ 50 അംഗങ്ങളെ കൂടി സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അനുജ, അതാണ് പാർലമെന്റിൽ കൂട്ട സസ്പെൻഷൻ. ഇതുവരെ ഈ സഭാ കാലയളവിന്റെ സമയത്ത് മാത്രം 142 MP-മാർക്കാണ് സസ്പെൻഷൻ. അതിനിടെ പ്രതിപക്ഷ കൂട്ടായ്മയായ ഇന്ത്യ സഖ്യത്തിന്റെ നിർണായക യോഗം ഡൽഹി അശോക ഹോട്ടലിൽ ആരംഭിച്ചു. സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി, മമതാ ബാനർജി, സീതാറാം യെച്ചൂരി, ലാലു പ്രസാദ് യാദവ്, നിതീഷ് കുമാർ, MK സ്റ്റാലിൻ, അരവിന്ദ് കെജ്രിവാൾ, അഖിലേഷ് യാദവ്, D രാജ, ശരത് പവാർ, ഉദ്ധവ് താക്കറെ തുടങ്ങിയ നേതാക്കൾ പങ്കെടുക്കുന്നുണ്ട്. യോഗത്തിൽ സഖ്യസാധ്യതകൾ സംബന്ധിച്ചും പൊതുപരിപാടികൾ സംബന്ധിച്ചും ധാരണയുണ്ടാക്കാനാണ് ശ്രമം. സഖ്യ ചർച്ചകൾക്കായി കോൺഗ്രസ് മുകുൾ വാസ്നിക് അധ്യക്ഷനായി നാഷണൽ അലയൻസ് കമ്മിറ്റി രൂപീകരിക്കുകയും ചെയ്തു. നിതിൻ അംബുജൻ ഏറ്റവും പുതിയ വിവരങ്ങളുമായി. നിതിൻ, ഇന്ത്യ സഖ്യത്തിന്റെ യോഗം മാസങ്ങൾക്ക് ശേഷം ഇന്നിപ്പോൾ നടക്കാനിരിക്കുന്നു. അതിന് മുന്നോടിയായി തന്നെയാണ് ഇപ്പോൾ സഖ്യ ചർച്ചകളുമായി ബന്ധപ്പെട്ട് വളരെ പെട്ടെന്ന് തന്നെ ഒരു കമ്മിറ്റി രൂപീകരണത്തിലേക്ക് കോൺഗ്രസ് കടന്നത്. അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങളിലേക്ക് കോൺഗ്രസ് ഇന്ത്യ സഖ്യം കടന്നിരിക്കുന്നു. അനുജ, എന്തായാലും ഇന്ത്യ സഖ്യത്തിന്റെ യോഗം ഇപ്പോൾ ഡൽഹിയിൽ ആരംഭിച്ചിട്ടുണ്ട്. മുതിർന്ന നേതാക്കൾ അടക്കം യോഗത്തിൽ പങ്കെടുക്കുകയാണ്. ഏതാണ്ട് 27 പ്രതിപക്ഷ പാർട്ടികളുടെ പ്രതിനിധികൾ ഇപ്പോൾ ഈ യോഗം നടക്കുന്ന അശോക ഹോട്ടലിലെത്തി. അല്പസമയം യോഗം ആരംഭിച്ചു. യോഗത്തിന് ശേഷം സംയുക്തമായി തന്നെ പ്രതിപക്ഷ നേതാക്കൾ മാധ്യമങ്ങളെ കാണുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും പാർലമെന്റിൽ ഇപ്പോൾ കൂട്ട സസ്പെൻഷൻ പ്രതിപക്ഷ നേതാക്കളൊക്കെ അംഗങ്ങളൊക്കെ തന്നെ നേരിടുന്നുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ പാർലമെന്റിലടക്കം എന്തൊക്കെ തരത്തിലുള്ള പ്രതിപക്ഷ പ്രതിഷേധം മുന്നോട്ട് പോകണം തുടങ്ങിയ കാര്യങ്ങളും അതോടൊപ്പം വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിനായുള്ള സീറ്റ് വിഭജന ചർച്ചകളിലേക്കുള്ള
ഒരു പ്രാരംഭ ചർച്ച ഇന്നത്തെ യോഗത്തിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. സംസ്ഥാനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് സീറ്റ് വിഭജന ചർച്ചകൾ കാര്യമായി തന്നെ നടക്കേണ്ടതുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു സംസ്ഥാന അടിസ്ഥാനത്തിലുള്ള ഒരു ചർച്ചകളിലേക്ക് കടക്കാനുള്ളൊരു നീക്കവും ഇന്നത്തെ യോഗത്തിന് ശേഷം ഉണ്ടാവുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിന് മുന്നോടിയായി തന്നെയാണ് കോൺഗ്രസിന്റെ സഖ്യ രൂപീകരണ ചർച്ചകൾക്കായി ഒരു സമിതിയെ തന്നെ രൂപീകരിച്ചിരിക്കുന്നത്. മുകുൾ വാസ്നിക്കാണ് കൺവീനർ. അശോക് ഗെഹ്ലോട്ട് അതോടൊപ്പം തന്നെ ഭൂപേഷ് ബാഗേൽ ഉൾപ്പെടെയുള്ള നേതാക്കളടക്കം 5 പേർ ഈ സമിതിയിലെ അംഗമാണ്. നേരത്തെ തന്നെ നമുക്കറിയാം മധ്യപ്രദേശ് തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിലടക്കം സീറ്റ് വിഭജന ചർച്ചയിൽ വലിയ തരത്തിലുള്ള ഒരു അതൃപ്തി അഖിലേഷ് യാദവ് മുന്നോട്ട് വെച്ചിരുന്നു. അതിനുശേഷം വലിയ വിമർശനമാണ് കോൺഗ്രസ് അടക്കം നേരിട്ടത്. പക്ഷേ ഇപ്പോൾ ഹൈക്കമാൻഡ് നേരിട്ട് തന്നെ ഈ സീറ്റ് വിഭജന ചർച്ചകളിലേക്ക് കടക്കുന്നു, അല്ലെങ്കിൽ അത്തരമൊരു കാര്യത്തിൽ ഹൈക്കമാൻഡ് നേരിട്ട് തന്നെ ഇടപെടുന്നു എന്നതിനെയാണ് ഈ സമിതി രൂപീകരിച്ചുകൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കേണ്ടത്. എന്തായാലും സംസ്ഥാനങ്ങളുടെ അടിസ്ഥാനത്തിൽ പരിശോധിക്കുമ്പോൾ കോൺഗ്രസിന്റെ ഭാഗത്തും അല്ലെങ്കിൽ കോൺഗ്രസ് സംസ്ഥാന നേതൃത്വമായിരിക്കില്ല, പകരം ഹൈക്കമാൻഡ് തന്നെ ഇടപെട്ടുകൊണ്ടായിരിക്കും ഈ സീറ്റ് വിഭജന ചർച്ചകൾ നടക്കുക എന്നതിനെയാകും ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യത്തിൽ മനസ്സിലാക്കേണ്ടത്. അതെല്ലാം തന്നെ ഇന്നത്തെ യോഗത്തിന് ശേഷം സംസ്ഥാനങ്ങളുടെ അടിസ്ഥാനത്തിലേക്ക് പോകുമ്പോൾ ചർച്ചകൾ എപ്രകാരം മുന്നോട്ട് പോകും തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ഇന്നത്തെ യോഗത്തിൽ ഒരു രൂപരേഖ തയ്യാറാക്കുമെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. എന്തായാലും മോദിക്കെതിരെ ഇത്തരം ഒരു പ്രതിപക്ഷ സഖ്യം മുന്നോട്ട് പോകുമ്പോൾ ഒരു കൺവീനർ വേണമെന്നാണ് ഉദ്ധവ് താക്കറെ ആവശ്യപ്പെട്ടിരിക്കുന്നത്. കൂടാതെ മമതാ ബാനർജി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു ഇടതു പാർട്ടികളുമായും കൂടാതെ കോൺഗ്രസുമായും സഖ്യത്തിനുള്ള സീറ്റ് വിഭജന ചർച്ചകൾക്ക് തയ്യാറാണ് എന്ന് മമതാ ബാനർജി വ്യക്തമാക്കിയ സാഹചര്യത്തിൽ എന്തായാലും നിർണായക യോഗത്തിൽ ചില തീരുമാനങ്ങൾ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതെ, ഇന്ത്യ സഖ്യത്തിന്റെ നിർണായക യോഗമാണ് ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളത്. മുതിർന്ന നേതാക്കൾ എല്ലാവരും തന്നെ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. തിരികെ ഇന്ന് സംഭവിച്ചതിലേക്ക്. പ്രളയക്കെടുതിയിൽ തമിഴ്നാട്. മഴക്കെടുതിയിൽ നിന്ന് മുക്തമാകാതെ തമിഴ്നാടിന്റെ തെക്കൻ ജില്ലകൾ. തിരുനെൽവേലി ഉൾപ്പെടെയുള്ള മേഖലയിൽ പൊതുവെ മഴയ്ക്ക് ശമനമുണ്ടെങ്കിലും വെള്ളക്കെട്ട് രൂക്ഷമാണ്. തിരുനെൽവേലി ബസ് സ്റ്റാൻഡിലും റെയിൽവേ സ്റ്റേഷനിലും മെല്ലെയാണ് വെള്ളം ഇറങ്ങുന്നത്. തൂത്തുക്കുടി, തിരുനെൽവേലി ജില്ലകളിൽ ഇന്ന് പൊതു അവധിയാണ്. ശ്രീവൈകുണ്ഠത്ത് ട്രെയിനിൽ കുടുങ്ങിയ 100 പേരെ രക്ഷപ്പെടുത്തി. മനിയാച്ചി റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ച് പ്രത്യേക ട്രെയിനിൽ ഇവരെ ചെന്നൈയിലേക്ക് കൊണ്ടുപോകും. അതിനിടെ തമിഴ്നാട് സർക്കാരിനെതിരെ വിമർശനവുമായി കേന്ദ്ര സർക്കാർ രംഗത്തെത്തി. സർക്കാർ പൂർണ്ണ പരാജയമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ പ്രതികരിച്ചു. മുഖ്യമന്ത്രി MK സ്റ്റാലിൻ വൈകിട്ട് പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തും. ചെന്നൈയിൽ നിന്ന് മനേഷ് മൂർത്തി, ഒപ്പം തന്നെ തിരുനെൽവേലിയിൽ നിന്ന് MG പ്രതീഷ് എന്നിവർ വിവരങ്ങളുമായി. ആദ്യം മനേഷ് മൂർത്തിയിലേക്കാണ്. മനേഷ്, ഇപ്പോൾ പൊതുവെ മഴയ്ക്ക് ശമനമുണ്ട്, പക്ഷെ മഴക്കെടുതികൾ അതിരൂക്ഷമാണ്. കാരണം നമുക്കറിയാം പ്രളയത്തിന് ശേഷം ഉണ്ടാകുന്ന സാഹചര്യം എന്നൊക്കെയുള്ളത്, ഏറ്റവും അതിനെ നേരിടുക എന്നൊക്കെയുള്ളത് ബുദ്ധിമുട്ടുള്ള കാര്യം കൂടിയാണ്. പൊതുവെയുള്ള സാഹചര്യം എങ്ങനെയാണ് ഈ മഴ ഏറ്റവും കൂടുതൽ പെയ്ത ഇടങ്ങളിൽ? അനുജ, 2 ജില്ലകൾ, അത് തൂത്തുക്കുടിയും തിരുനെൽവേലിയും രൂക്ഷമായ പ്രതിസന്ധി നേരിടുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കന്യാകുമാരി ആണെങ്കിലും തെങ്കാശി ആണെങ്കിലും അത്ര കണ്ട് വലിയ തോതിലുള്ള ഒരു ബുദ്ധിമുട്ടുകൾ നിലവിൽ അനുഭവിക്കുന്നില്ല. മഴ മാറി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്, പലയിടങ്ങളിൽ നിന്നും വെള്ളം ഇറങ്ങുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ ഏറ്റവും രൂക്ഷമായ കെടുതി അനുഭവിക്കുന്നത് ഇപ്പോഴും തിരുനെൽവേലിയും അതുപോലെ തന്നെ തൂത്തുക്കുടിയും തന്നെയാണ്. പല മേഖലകളിൽ നിന്നും ഇപ്പോഴും ആളുകളെ ഹെലികോപ്റ്റർ മുഖാന്തരമൊക്കെ എയർലിഫ്റ്റ് ചെയ്തുകൊണ്ടൊക്കെ രക്ഷപ്പെടുത്തി സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് എത്തുന്ന പ്രവർത്തനങ്ങളൊക്കെ അവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 40 മണിക്കൂറിലധികമായി ശ്രീവൈകുണ്ഠത്ത് ട്രെയിനിൽ കുടുങ്ങിക്കിടന്നിരുന്ന ആളുകളെ ഇപ്പോൾ പുറത്തേക്ക് എത്തിക്കുന്ന ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന രക്ഷാപ്രവർത്തനം അവിടെ പുരോഗമിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ 40 മണിക്കൂറായി അവർക്ക് കൃത്യമായ ഭക്ഷണം പോലും ലഭ്യമായിരുന്നില്ല എന്നുള്ളതാണ് അവിടെയുള്ള ആ യാത്രക്കാരൊക്കെ നമ്മളോട് പറയുന്നത്. എന്തായാലും അവരെ ഇപ്പോൾ ഒരു 100 പേരെ ഇപ്പോൾ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. അത് അവിടെ നിന്നും ഒരു 3 കിലോമീറ്റർ, അതായത് ആ ട്രെയിൻ നിൽക്കുന്ന ഇടത്തു നിന്നും 3 കിലോമീറ്റർ വെള്ളത്തിലൂടെ തന്നെയാണ് ഈ യാത്രക്കാരെ കൊണ്ടുവരുന്നത്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം അങ്ങനെ ഒരു സുരക്ഷിതമായ വഴി കണ്ടെത്തുകയാണ് NDRF ആദ്യം ചെയ്തത്. ആ വഴിയിലാണ് ഇപ്പോൾ ഇവരെ കൊണ്ടുപോകുന്നത്. ആ വഴിയിൽ കൊണ്ടുപോയി 3 കിലോമീറ്റർ അപ്പുറത്തുള്ള വെല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നു. അവിടെ നിന്ന് ബസ്സിലാണ് ഈ മിനിയാച്ചി എന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നു. അങ്ങനെ എല്ലാവരെയും അവിടെ നിന്നും പൂർണ്ണമായും എല്ലാവരെയും രക്ഷപ്പെടുത്തിയതിനു ശേഷം അവിടെ നിന്നും ഒരു ട്രെയിൻ ചെന്നൈയിലേക്ക് സ്പെഷ്യൽ ട്രെയിൻ പുറപ്പെടും. ആ ട്രെയിനിലായിരിക്കും ഇവരെയൊക്കെ കൊണ്ടുവരിക. അതിൽ ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർക്ക് ട്രീറ്റ്മെന്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, ഭക്ഷണം വിതരണം ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള എല്ലാ ക്രമീകരണങ്ങളും എന്തായാലും അവിടെ പൂർത്തീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരു വലിയ ആശങ്കയുണ്ടായിരുന്ന ഇടം തന്നെയായിരുന്നു ഈ ശ്രീവൈകുണ്ഠം എന്ന് പറയുന്നത്. കാരണം അവിടെ വെള്ളം ഇറങ്ങാനുള്ള ഒരു സാധ്യതയും അടുത്ത ദിവസങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ആ രീതിയിലുള്ള ഒരു ഓപ്പറേഷൻ അവിടെ നടത്തിയത്.
മാത്രമല്ല അവിടെ ഉണ്ടായിരുന്ന ഗർഭിണികൾ ഉൾപ്പെടെയുള്ള ആളുകൾ, അത്തരത്തിൽ രോഗാവസ്ഥയിലുള്ള ആളുകളെയൊക്കെ എയർലിഫ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. മുൻപ് തന്നെ അവരൊക്കെ മധുര പോലുള്ള മേഖലകളിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ആ ഒരു രക്ഷാപ്രവർത്തനം ഇപ്പോൾ അതിന്റെ ഒരു അവസാന ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. മാത്രമല്ല ഇന്നിപ്പോൾ മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ പ്രധാനമന്ത്രിയെ കാണുന്നുണ്ട്. അതാണ് മനീഷ്, ഇപ്പോൾ വൈകിട്ട് പ്രധാനമന്ത്രിയെ കാണുന്നതിന് മുന്നോടിയായ ഒരു വലിയ വിമർശനം കൂടി കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് വരുന്നു എന്നുള്ളത് എത്രത്തോളം പ്രധാനപ്പെട്ടതാണ്? തമിഴ്നാട് സർക്കാരിനെ സംബന്ധിച്ചത് കേന്ദ്രത്തിന്റെ പരാമർശം, അത് അങ്ങനെ പാർലമെന്റിൽ ഒരു പരാമർശം മന്ത്രി നടത്തിയിട്ടുണ്ട് എന്നുള്ളത് വലിയ തിരിച്ചടിയും കൂടിയാണല്ലോ. അനുജ, മറ്റൊരു പ്രധാനപ്പെട്ട കഥ, അതായത് ഈ രീതിയിൽ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്ന് ഒരു വിമർശനം ഉണ്ടാകുമ്പോഴും 4 ജില്ലകളിൽ മിഗ്ജോങ് ചുഴലിക്കാറ്റുമായി ബന്ധപ്പെട്ട ഈ 4 ജില്ലകളിൽ ഉണ്ടായ നാശനഷ്ടങ്ങൾ വിലയിരുത്താനെത്തിയ കേന്ദ്ര സംഘം പറഞ്ഞത് NDRFന്റെ ഉൾപ്പെടെയുള്ള ദുരന്ത നിവാരണ അതോറിറ്റിയിൽ നിന്നുള്ള എത്തിയ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള സംഘമാണ്, 6 പേരടങ്ങുന്ന സംഘമാണ് ഇവിടെ പരിശോധിക്കാനായി എത്തിയത്. അതിലുള്ളവർ പറഞ്ഞിരുന്നത് വളരെ മികച്ച രീതിയിലാണ് തമിഴ്നാട് സർക്കാർ ഈ പ്രളയത്തെ നേരിട്ടത്. അതായത് മിഗ്ജോങ് ചുഴലിക്കാറ്റ് വന്ന സമയത്ത് വളരെ മികച്ച രീതിയിലാണ് ഇടപെട്ടത് എന്നാണ് ആ കേന്ദ്ര സംഘം പറഞ്ഞത്. പക്ഷെ എന്തായാലും ഇപ്പോൾ മറ്റ് 4 ഇടങ്ങളിൽ കൂടി സമാനമായ രീതിയിലുള്ള പ്രളയം സംഭവിക്കുമ്പോൾ അത് കേന്ദ്രം തിരിച്ചാണ് പറയുന്നത്. ഇപ്പോൾ കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ പറയുന്നത് വളരെ മോശമായ രീതിയിലാണ് ഈ ഒരു പ്രളയത്തെ തമിഴ്നാട് സർക്കാർ കൈകാര്യം ചെയ്തത് എന്നാണ്. എന്തായാലും അത് വലിയ വിമർശനത്തിന് അല്ലെങ്കിൽ വലിയ വിവാദങ്ങളിലേക്കൊക്കെ, വലിയ ചർച്ചകളിലേക്കൊക്കെ പോകേണ്ട ഒരു കാര്യം കൂടിയാണ്. ഏറ്റവും പ്രധാനം, ഇന്ന് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ അവിടെ ഉണ്ട്, ഡൽഹിയിലുണ്ട്. അദ്ദേഹം ഇന്നിപ്പോൾ പ്രധാനമന്ത്രിയുമായി അപ്പോയിന്റ്മെന്റ് കിട്ടിയിട്ടുണ്ട്. രാത്രി 10:30 മണിക്കാണ് അപ്പോയിന്റ്മെന്റ്. അവിടെ കാണുമ്പോൾ ഈ 8 ജില്ലകൾ, അത് പ്രധാനപ്പെട്ട ഏറ്റവും കൂടുതൽ എഫക്ട് ചെയ്തിട്ടുള്ള 4 ജില്ലകൾ, അത് ചെന്നൈ, ചെങ്കൽപ്പേട്ട്, കാഞ്ചീപുരം, അതുപോലെ തന്നെ തിരുവള്ളൂർ, ഈ 4 ജില്ലകൾ ആദ്യഘട്ടത്തിൽ എഫക്ട് ചെയ്ത ജില്ലകൾ. അതിനുശേഷം ഇപ്പോൾ തൂത്തുക്കുടിയും കന്യാകുമാരിയും അതുപോലെ തിരുനെൽവേലിയും ഉൾപ്പെടെയുള്ള ആ തീരദേശ മേഖലയിലുള്ള തെക്കൻ മേഖലയിലുള്ള ജില്ലകൾ, ഇവിടങ്ങളിലൊക്കെ വലിയ തോതിലുള്ള നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. ഏകദേശം ഒരു കണക്ക് പറയുന്നത് 19,000 കോടി രൂപയുടെ നാശനഷ്ടമെന്നാണ്. ആ നഷ്ടം എന്തായാലും കേന്ദ്രത്തെ ബോധ്യപ്പെടുത്തുക എന്നതാണ് ഇന്നത്തെ ഒരു സന്ദർശനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത്. അതായത് രക്ഷാപ്രവർത്തനം ഒപ്പം തന്നെ നടക്കുന്നുണ്ട്, അതിനൊപ്പം തന്നെ ഇത്തരത്തിലുള്ള ചില കാര്യങ്ങൾ കൂടി. പക്ഷേ ആ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ കേന്ദ്രമന്ത്രിയുടെ ഭാഗത്തുനിന്ന്, പീയൂഷ് ഗോയലിന്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവന വരുന്നത്. വലിയ തിരിച്ചടി തന്നെയാകും തമിഴ്നാടിന് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റൊരു കത്ത് കൂടി ഇന്നിപ്പോൾ മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ കേന്ദ്രത്തിന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന് അയച്ചിട്ടുണ്ട്. 4 ഹെലികോപ്റ്ററുകളാണ് നിലവിൽ 8 ഹെലികോപ്റ്ററുകളാണ് ഇവിടെ സേവനത്തിനുള്ളത്. അത് ഹെലികോപ്റ്ററുകളുടെ എണ്ണം വർദ്ധിപ്പിക്കണം, അതിനുള്ള നടപടി എടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു കത്ത് കൂടി ഇന്നിപ്പോൾ മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ. അതാണ് മനീഷ് മൂർത്തി നൽകുന്ന വിവരം. നമ്മൾ MG പ്രതീഷിലേക്ക് കൂടി പോകുന്നു. പ്രതീഷ് ചേർന്ന് തിരുനെൽവേലിയിൽ നിന്നാണ്. പ്രതീഷ്, ഇപ്പോൾ 19,000 കോടിയുടെ നഷ്ടം എന്നൊക്കെയുള്ളത് ആകെയുള്ള കണക്ക്. അതിൽ തന്നെ തിരുനെൽവേലിയിൽ വ്യാപകമായ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ടെന്ന് നമുക്കറിയാം. ഒട്ടേറെ ആളുകൾക്ക് വീടുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നിലവിൽ അവിടുത്തെ സാഹചര്യം എങ്ങനെയാണ്? കുടിയിലെയും തിരുനെൽവേലിയിലെയും ആളുകൾ ഇപ്പോഴും ബുദ്ധിമുട്ടുകയാണ്. കാരണം വലിയ തരത്തിലുള്ള നാശനഷ്ടങ്ങളാണ് തൂത്തുക്കുടി തിരുനെൽവേലി മേഖലയിൽ ഈ പ്രളയക്കെടുതിയിൽ ഉണ്ടായിരിക്കുന്നത്. നിരവധി വീടുകൾ തകർന്നു, ആയിരക്കണക്കിന് ആളുകളെയാണ് ബാധിക്കപ്പെട്ടത്. ഇപ്പോഴും 2000-ലധികം ആളുകളാണ് തിരുനെൽവേലി, തൂത്തുക്കുടി ജില്ലകളിൽ ക്യാമ്പുകളിൽ കഴിയുന്നത്. ഞാനിപ്പോൾ ഉള്ളത് തൂത്തുക്കുടിക്ക് സമീപമുള്ള ഒരു ഗ്രാമത്തിലാണ്. ഈ ഗ്രാമത്തിൽ വലിയ തരത്തിൽ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നേരത്തെ ഒന്നും തന്നെ ഈ വെള്ളപ്പൊക്കം, അത്തരത്തിലുള്ള പ്രകൃതിക്ഷോഭങ്ങൾ ഒന്നും തന്നെ ബാധിക്കാത്ത ഒരു മേഖല കൂടിയാണിത്. പക്ഷേ അപ്രതീക്ഷിതമായി ഇരച്ചെത്തിയ മഴവെള്ളം, പ്രളയജലം ഈ ഗ്രാമത്തെ ഒന്നാകെ മുക്കുന്ന കാഴ്ചയാണ് കണ്ടത്. പലർക്കും വീട് നഷ്ടപ്പെട്ടു. കാരണം ഒരു വീട് താമസിക്കാൻ കഴിയാത്ത നിലയിലേക്ക് തകർന്നു പോയ ഒരു സാഹചര്യമാണുള്ളത്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് ഓരോരുത്തരുടെയും ഒരു സങ്കട കണ്ണീര് കൂടിയാണ്. അത്തരത്തിലൊരു കാഴ്ചയാണ്. ഒന്നുമേ എടുക്കല, എതുമേ എടുക്കല. അവളും அப்படியே மூட்டோட உள்ளே சஞ்சு விழுந்துட்டு வெளியில கிளம்பி போகவும் முடியல. அப்பளம் அந்த அளவுக்கு வரும்னு யாரும் நினைக்கவும் முடியல. எங்களுக்கு ஏதாவது பார்த்து செய்யுங்க ஐயா. சாப்பாடு கூட வழி இல்லாம இப்ப சாப்பிடவும் உள்ள காலையில இருந்து இருக்கும். 5 பேர். மகன், எங்க வீட்டு ஆளு, என் மகன் 2 பேரு, நான், என் மகா, அவங்க அப்பா, 5 பேர் இருக்கும். தண்ணி வந்தப்போ அங்க ஒரு வீட்டுல போய் மாடியில இருந்தோம். அப்புறமா நேத்து போட்டுக்கு போன் பண்ணி இந்த ஹெலிகாப்டர் ஏதாவது வந்து காப்பாத்துறோம்னு பார்த்தா இங்க வரல. அகரத்துல போய் ஹெலிகாப்டர்ல ஆட்களை ஏற்றிட்டு போயிட்டு எங்களை வந்து ஒண்ணுமே காப்பாத்த வரல. நாங்க ஒரு மாடி வீட்டுல போய் ஒருவேளை ராத்திரி 8 மணிக்கு தான் எல்லாரும் சேர்ந்து சமைச்சு சாப்பிட்டுட்டு இருந்தோம். அதுக்கப்புறம் வழி இல்லாம இன்னும் காலையில இருந்து சாப்பிடல. அடுத்த வீட்டுல போய் எங்க சாப்பாடு வாங்கி சாப்பிடன்ட்டு இருக்கோம். இந்த வீட்டுல எனக்கு கல்யாணம் ஆகி 25 வருஷம் ஆச்சு. எங்க மாமா அத்தை அந்த வீட்டுல தான் வாழ்ந்திருக்காங்க. 2-3 தலைமுறை ஆயிட்டு இங்கதான் இருக்கும். எனக்கு கல்யாணம் ஆகி 25 வருஷம் அந்த வீட்டுல தான் இருந்து. சரி பண்ண முடியாது, எதையுமே முடியாது, எதையுமே எடுக்கவும் முடியாது. இப்ப உள்ள இருக்கிறத எடுத்தாலுமே நமக்கு வந்து அது நல்லாவே இருக்காது, நமக்கு உபயோகிக்க முடியாது, தூரம் தான் போடணும்.
அந்த பாத்திரத்தெல்லாம். துணிமணி கூட இல்லை, அவ்வளவு துணிமணியும் போயிட்டு. துணிமணி கூட கிடையாது, உடுத்த துணி கூட கிடையாது. பாய், இந்த பாய் 2 பாய் தான் தெரிஞ்சிருக்கு. இந்த கட்டில இருந்துச்சு இந்த பாய் 2. அதை கண்டு இதை அலசி, இந்த தண்ணி வரும்போது கும்பல தண்ணி இதுல இப்பதான் இறங்கிருக்கு. அலசி போட்டுட்டுருக்கேன், அது மட்டும் காயதுக்கு. மற்றது ஃபுல்லா அப்படியே உள்ளதான் கிடக்கு, எதுவுமே எடுக்க முடியல. இந்த ட்ரம்மு, இந்த குடம் இதெல்லாம் அந்த மடத்தாந்தோட்டத்துல தண்ணியில கிடந்துச்சு. இப்ப காலையில போய் அந்த இதை மட்டும் எடுத்துட்டு வந்து இதுல வச்சிருக்கேன். மற்றது எதுவுமே எடுக்கல. പ്രളയമേഖലയിലെ കാഴ്ചകളാണ് തീർത്തും നമ്മളെ വേദനിപ്പിക്കുന്ന, സങ്കടപ്പെടുത്തുന്ന കാഴ്ചകളും പ്രതികരണങ്ങളുമാണ് ഈ മേഖലയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. ഇവരുടെ ഏറ്റവും വലിയ ആവശ്യം ഇവർക്ക് വേണ്ട സഹായങ്ങൾ ഒന്നും തന്നെ ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും തരത്തിലുള്ള സഹായങ്ങൾ അധികാരികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണമെന്നൊരു ആവശ്യമാണ് ഇവർ പറയുന്നത്. മഴയ്ക്ക് ശമനമായെങ്കിലും വരും ദിവസങ്ങളിലും മഴയ്ക്ക് സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ എത്രയും വേഗം ഇവർക്ക് വേണ്ട ആവശ്യങ്ങൾ അധികാരികൾ ചെയ്തു കൊടുക്കണമെന്ന ഒരു അഭ്യർത്ഥന കൂടിയാണ് ഇവർ മുന്നോട്ട് വയ്ക്കുന്നത്. പ്രളയമേഖലയിൽ നിന്ന് ക്യാമറമാൻ അഭിലാഷ് തൊഴുങ്കോടിനൊപ്പം MG പ്രതീഷ്, 24. തിരുനെൽവേലിയിൽ നിന്നാണ് MG പ്രതീഷ് വിവരങ്ങൾ നൽകിയത്. തങ്ങൾക്ക് സഹായം എത്തിക്കുന്നതിൽ അധികൃതർക്ക് പരാജയം സംഭവിച്ചിട്ടുണ്ട് എന്നതാണ് പ്രദേശവാസികൾ 24നോട് പറഞ്ഞത്. നവകേരള സദസ്സ് കൊല്ലം ജില്ലയിലാണ്. പ്രതിഷേധവും തുടരുന്നുണ്ട്. ചിന്നക്കടയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും ഡിവൈഎഫ്ഐ പ്രവർത്തകരും ഏറ്റുമുട്ടി. പ്രതിഷേധിക്കുന്നവർ കാരണം കൂടി വ്യക്തമാക്കണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെ തുടർച്ചയായി മർദ്ദനമുണ്ടായിട്ടും കോൺഗ്രസ് നേതൃത്വം വേണ്ട രീതിയിൽ പ്രതികരിക്കുന്നില്ലെന്ന് കെ മുരളീധരൻ MP വിമർശിച്ചു. ജനാധിപത്യപരമായ രീതിയിൽ പ്രതിഷേധിക്കാൻ ആർക്കും അവകാശമുണ്ടല്ലോ. ജനാധിപത്യ രീതിയിലാണോ പ്രതിഷേധിക്കേണ്ടതെന്ന് അവർ തീരുമാനിക്കണം. എന്തിനാണ് പ്രതിഷേധിക്കുന്നതെന്നും പറയണം. ഈ നവകേരള യാത്രയിൽ ആ യാത്ര ഏത് തരത്തിലാണ് KSUവിനോ യൂത്ത് കോൺഗ്രസിനോ എതിരായിട്ട് വരുന്നത്? ഇനിയല്ല കോൺഗ്രസിനെതിരായിട്ട് വരുന്നത്. പ്രസ്താവനയ്ക്കുള്ള മൂർച്ച പ്രവൃത്തിയിൽ കാണുന്നില്ല എന്നൊരു ആക്ഷേപം മൊത്തത്തിൽ വന്നിട്ടുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ എല്ലാവരും കൂടെ ആലോചിച്ച് തീരുമാനിക്കുക, അത്രേ ഞാൻ പറയുന്നുള്ളൂ. അതായത് ജീവൻ രക്ഷാപ്രവർത്തനം കുറച്ചുകൂടി ഊർജിതമായി നടത്തണം എന്നാണ് പൊതുവായിട്ടുള്ള ഒരു വികാരം. അല്ല, മുഖ്യമന്ത്രി പറയുന്ന ജീവൻ രക്ഷാപ്രവർത്തനമാണ് ഞാൻ ഉദ്ദേശിച്ചത്. അദ്ദേഹം പറഞ്ഞത് SFIക്കാരൊക്കെ ജീവൻ രക്ഷാപ്രവർത്തനം നടത്തുന്നതാണ്. അപ്പോൾ KSU, യൂത്ത് കോൺഗ്രസ്, യൂത്ത് ലീഗൊക്കെ ജീവൻ രക്ഷാപ്രവർത്തനങ്ങൾ ഒന്നുകൂടി ഉഷാറാക്കണം എന്നുള്ള അഭിപ്രായമാണ് എന്നെപ്പോലുള്ളവർക്കുള്ളത്. ഷഫീദ് റാവുത്തർ വിവരങ്ങളുമായി. ഷഫീദ്, ഇന്നും ഒന്നിലേറെ ഇടങ്ങളിൽ പ്രതിഷേധമുണ്ടായി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനിടെയാണ് മുഖ്യമന്ത്രിയുടെ ഒരു പ്രസ്താവന വരുന്നത്. മറ്റൊന്ന്, ഇന്നൊരു വിശദീകരണം മുഖ്യമന്ത്രി നൽകുന്നതായി കേട്ടു. ഇത് കേന്ദ്ര സർക്കാരിനെതിരാണ് ഇത്തരത്തിലേക്കൊരു പരിപാടി നടത്തുന്നത് എന്നുകൂടി, ആ നയങ്ങൾക്കെതിരായ പ്രതിഷേധം കൂടി ഇതിലുണ്ട് എന്നും മുഖ്യമന്ത്രി പറയുന്നത് നമ്മൾ കേട്ടു. അപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം എന്തിനാണ് എന്ന് ഇപ്പോഴും അറിയില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. മറ്റൊന്ന്, കെ മുരളീധരന്റെ ഒരു വിമർശനം, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. വിമർശനത്തിന് മൂർച്ചയുണ്ട്, പക്ഷേ അതിനപ്പുറത്തേക്ക് അതിലൊന്നും കാണുന്നില്ല എന്നുകൂടി പറയുമ്പോൾ അതും പ്രധാനപ്പെട്ടതാണ്. അനുജ, ഈ നവകേരള സദസ്സിന്റെ വേദികളിൽ മുഖ്യമന്ത്രി ആവർത്തിച്ചു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പറയുന്ന കാര്യമാണ് കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തെ അവഗണിക്കുന്നു എന്നുള്ളത്. ഇന്ന് അത് അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ ഒന്നുകൂടി വ്യക്തമാക്കി പറയുകയും ചെയ്തു. നവകേരള സദസ്സ് കേന്ദ്ര അവഗണനയ്ക്കെതിരെ ജനങ്ങളെ അണിനിരത്തുക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ടാണെന്നാണ് മുഖ്യമന്ത്രി ഇന്ന് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ ഒരു കാര്യം. അങ്ങനെ നിലവിൽ ഇപ്പോൾ നവകേരള സദസ്സ് ഒരു കേന്ദ്ര സർക്കാർ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനെതിരെയുള്ള ഒരു വികാരമാക്കി മാറ്റുക എന്നുള്ളത് സർക്കാരും LDFും ആലോചിച്ച് തീരുമാനിച്ചിട്ടുണ്ട് എന്നുള്ളത് ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. ഇനി പ്രതിഷേധത്തിലേക്ക് വന്നാൽ, ഇന്ന് ഈ യൂത്ത് കോൺഗ്രസുമായി ബന്ധപ്പെട്ട് വ്യാപകമായിട്ടുള്ള പ്രതിഷേധം കൊല്ലം ജില്ലയിലും നടന്നു. കൊല്ലത്ത് നിന്ന് കരുനാഗപ്പള്ളിയിലെ സദസ്സിന് പോകാനുള്ള വഴിയരികിൽ വെച്ചാണ് ഈ മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ മുഖ്യമന്ത്രിക്ക് നേരെ കരിങ്കുടി കാണിച്ചത്. ആ യാത്രയിൽ തന്നെ ചിന്നക്കട എന്ന് പറയപ്പെടുന്ന സ്ഥലത്ത് വെച്ച് യൂത്ത് കോൺഗ്രസ് സംഘടിച്ചെത്തി കരിങ്കുടി പ്രതിഷേധത്തിന് തയ്യാറെടുത്തപ്പോഴാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകരുമായി അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തല്ലുന്ന സാഹചര്യം ഉണ്ടായത്. അതായത് മുഖ്യമന്ത്രിയെ കരിങ്കുടി കാണിക്കാൻ അനുവദിക്കില്ല എന്ന ഡിവൈഎഫ്ഐ പ്രവർത്തകരും കാണിക്കുമെന്ന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും നിലപാടെടുത്തതോടുകൂടി അത് സംഘർഷത്തിലേക്ക് വഴിമാറുകയാണ്. സംഘർഷത്തിൽ 3ഓളം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇതിൽ പോലീസ് എത്തിയാണ് ഇരുവിഭാഗത്തെയും രണ്ടായി പിരിച്ചുവിട്ടത് എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. മൂന്നാമത്തെ കാര്യം, ഈ കെ മുരളീധരൻ അടക്കമുള്ള ആളുകളുടെ വിമർശനമാണ്. നേരത്തെ തന്നെ ഈ നവകേരള സദസ്സിനെതിരെയുള്ള അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ യാത്രക്കെതിരെയുള്ള പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നേതൃത്വം കാര്യമായ പരിഗണന അല്ലെങ്കിൽ കാര്യമായ പിന്തുണ യൂത്ത് കോൺഗ്രസിനും KSUവിനും നൽകുന്നില്ല എന്നുള്ള ആക്ഷേപം വലിയ തരത്തിൽ ഉയർന്നിരുന്നു. അതിപ്പോൾ പ്രത്യക്ഷമായി കെ മുരളീധരൻ പറഞ്ഞു എന്നുള്ളത് അദ്ദേഹം പറഞ്ഞ വാക്കിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. നിലവിൽ ഇപ്പോൾ ഈ KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടത്തുന്ന പ്രതിഷേധം അതിന്റെ മൂർച്ച കൂട്ടണം എന്നുള്ള ഒരു പരോക്ഷമായിട്ടുള്ള ആവശ്യമാണ് കെ മുരളീധരൻ ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത്. അതിന് യൂത്ത് ലീഗിന്റെ പേര് കൂടി പറയുമ്പോൾ സ്വാഭാവികമായും
കോൺഗ്രസിന്റെ സമരത്തിന് ലീഗ് ഇല്ല എന്നുള്ള മന്ത്രിമാരുടെ ആക്ഷേപത്തിലുള്ള മറുപടിയായി കൂടി നമുക്ക് ഇതിനെ കണക്കാക്കാൻ കഴിയും. ഏതായാലും നാളെ ചടയമംഗലത്തേക്ക് നവകേരള സദസ്സ് പോകുമ്പോൾ മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥന്റെ വെല്ലുവിളി യൂത്ത് കോൺഗ്രസ് ഏറ്റെടുത്തിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിൽ കരിങ്കൊടി കാണിച്ചാൽ അവരെ അവിടെ നേരിടും എന്നുള്ളതായിരുന്നു സുരക്ഷാ ഉദ്യോഗസ്ഥന്റെ വെല്ലുവിളി. അതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ചടയമംഗലം അടക്കമുള്ള മണ്ഡലങ്ങളിൽ വലിയ പ്രതിഷേധത്തിന് യൂത്ത് കോൺഗ്രസ് ഒരുങ്ങുന്നുമുണ്ട്. അനുജ, ശരി. നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രതികരണങ്ങൾ, അതിന്റെ പ്രതിഷേധം, വിശദാംശങ്ങളാണ് ഷഫീദ് റാവുത്തർ നൽകിയത്. മുടങ്ങിയ പെൻഷൻ തുക നൽകാൻ സർക്കാരിനോട് നിർദ്ദേശിക്കണമെന്നാവശ്യപ്പെട്ട് മറിയക്കുട്ടി ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നുവെന്ന വാർത്ത ഇപ്പോൾ വരുന്നുണ്ട്. ആ വാർത്തയുടെ വിശദാംശത്തിലേക്ക് നമ്മളെത്തും ചെറിയൊരു ഇടവേള എടുത്തതിനു ശേഷം. തിരികെ വാർത്തയിലേക്ക്. പെൻഷൻ മുടങ്ങിയതിന് ഭിക്ഷ യാചിച്ച് പ്രതിഷേധിച്ച മറിയക്കുട്ടി ഹൈക്കോടതിയെ സമീപിച്ചു. മുടങ്ങിയ വിധവാ പെൻഷൻ തുക നൽകാൻ സർക്കാരിനോട് നിർദ്ദേശിക്കണമെന്നാണ് ആവശ്യം. ഹർജിയിൽ ഹൈക്കോടതി സർക്കാരിന്റെയും അടിമാലി പഞ്ചായത്തിന്റെയും വിശദീകരണം തേടി. ശ്രീകാന്ത് വിവരങ്ങളുമായി. ശ്രീകാന്ത്, നേരത്തെയും മറിയക്കുട്ടി ഇതേ രീതിയിൽ കോടതിയെ സമീപിച്ചിട്ടുള്ളതാണ്. അന്ന് തെറ്റായ വാർത്ത നൽകി എന്നുള്ളതായിരുന്നു പരാതി. ഇപ്പോൾ മുടങ്ങിയ പെൻഷൻ പൂർണ്ണമായി നൽകാൻ നടപടി സ്വീകരിക്കണം, അതിന് നിർദ്ദേശം നൽകണം എന്നുള്ളതാണോ ആവശ്യം? വിധവാ പെൻഷൻ മുടങ്ങിയതുമായി ബന്ധപ്പെട്ടാണ് മറിയക്കുട്ടി നിലവിൽ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. തന്റെ പെൻഷൻ, മുടങ്ങിയ പെൻഷൻ തനിക്ക് ലഭ്യമാക്കണം, ഇതാണ് അവരുടെ പ്രധാനപ്പെട്ട ആവശ്യം. ഇതെന്തായാലും കോടതി ഫയലിൽ സ്വീകരിച്ചിട്ടുണ്ട്. ശേഷം നിലവിൽ സർക്കാരിന് ഈ വിഷയത്തിൽ നോട്ടീസ് അയച്ചു. ഹർജിയിൽ സർക്കാർ മാത്രമല്ല അടിമാലി ഗ്രാമപഞ്ചായത്തും വിശദീകരണം നൽകണം എന്നുള്ളതാണ് ഇപ്പോൾ കോടതി അറിയിച്ചിട്ടുള്ളത്. നേരത്തെ പരസ്യ പ്രതിഷേധത്തിലൂടെ ഈ വിഷയത്തിൽ തന്റെ നിലപാട് വ്യക്തമാക്കിയിരുന്നു മറിയക്കുട്ടി. തുടർന്ന് രാഷ്ട്രീയ നേതാക്കളൊക്കെ തന്നെ ഈ പ്രശ്നത്തിൽ ഇടപെടുകയും ചെയ്തതാണ്. ഒടുവിലത് വീണ്ടും കോടതി കയറുന്നു. പെൻഷൻ ലഭിക്കണം എന്നുള്ളതാണ് ആവശ്യം. അതാണ് ഇപ്പോൾ മറിയക്കുട്ടി കോടതിയെ സമീപിച്ചിരിക്കുന്നു എന്നതാണ്. മുടങ്ങിയ പെൻഷൻ തനിക്ക് നൽകാനുള്ള നടപടി സ്വീകരിക്കണം, അതിന് നിർദ്ദേശം നൽകണം എന്നുള്ളതാണ് കോടതിയെ സമീപിക്കുമ്പോൾ മറിയക്കുട്ടി ആവശ്യപ്പെട്ടിട്ടുള്ളത്. മുടങ്ങിയ വിധവാ പെൻഷൻ അത് മാസങ്ങളായി മുടങ്ങിയിട്ടുണ്ട്. അത് തുക മുഴുവനായി നൽകാൻ സർക്കാരിനോട് നിർദ്ദേശം നൽകണമെന്നുള്ളതാണ്. ഈ ഹർജിയിൽ ഇപ്പോൾ കോടതി സർക്കാരിൻ്റെയും ഒപ്പം അടിമാലി പഞ്ചായത്തിൻ്റെയും വിശദീകരണം തേടി. നേരത്തെ സമരം നടത്തി വാർത്ത ശ്രദ്ധ നേടിയ വ്യക്തിയാണ് മറിയക്കുട്ടി. മറിയക്കുട്ടിയും സുഹൃത്ത് അന്നമ്മയും ചേർന്ന് സമരം നടത്തുന്നു. പിന്നീട് അത് വലിയ വാർത്തയായി മാറുന്നു. ആ വാർത്തയൊക്കെ നമ്മൾ കണ്ടതുമാണ്. തെറ്റായ വാർത്ത ദേശാഭിമാനി നൽകി എന്നതിൽ വലിയ പ്രതിഷേധം അവർ അറിയിച്ചിരുന്നു. പിന്നീട് ആ വാർത്ത പിൻവലിച്ചൊക്കെ പത്രം മാപ്പ് പറയുന്നത് നമ്മൾ കണ്ടതാണ്. ഇന്നത്തെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത. IPL താരലേലത്തിൽ സ്റ്റാറായി മിച്ചൽ സ്റ്റാർക്ക്. 24,75,00,000 രൂപയ്ക്കാണ് സ്റ്റാർക്കിനെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ടീമിലെത്തിച്ചത്. IPL ചരിത്രത്തിലെ ഏറ്റവും വിലയേറിയ താരമായി സ്റ്റാർക്ക് മാറി. പാറ്റ് കമ്മിൻസിനെ ഹൈദരാബാദ് സ്വന്തമാക്കി. ഡാരൽ മിച്ചലിനെയും രജിൻ രവീന്ദ്രയെയും ചെന്നൈ ടീമിലെത്തിച്ചു. ഗീസ് പീറ്ററാണ് വിവരങ്ങളുമായി സ്പോർട്സ് ഡെസ്കിൽ നിന്ന് തത്സമയം ചേരുന്നത്. ഗീസ്, ഇപ്പോൾ ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടിയ തുക, ഏറ്റവും കൂടിയ രണ്ടാമത്തെ തുക, ഇതെല്ലാം ഓസ്ട്രേലിയൻ താരങ്ങൾക്കാണല്ലോ കിട്ടുന്നത്. അനുജ, തീർച്ചയായിട്ടും IPL 17ാം സീസണിന് മുന്നോടിയായിട്ടുള്ള താരലേലത്തിൽ ഓസ്ട്രേലിയൻ താരങ്ങളുടെ കുതിപ്പാണ് നമ്മൾ കാണുന്നത്. ഇത് ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിൽ താരങ്ങളുടെ ഓസ്ട്രേലിയൻ ടീമിന്റെ പ്രകടനം മുൻനിർത്തിയാണ് എന്ന വിശകലനമൊക്കെ ഇതിനോടകം തന്നെ വന്നു കഴിഞ്ഞു. എന്തായാലും ഓസ്ട്രേലിയൻ താരങ്ങൾ, പ്രത്യേകിച്ച് ഓസ്ട്രേലിയയുടെ പേസർ കുന്തമണിയായ സ്റ്റാർക്കാണ് IPLലെ ഏറ്റവും വിലയേറിയ, ഈ 16 സീസണുകളിലെയും ഏറ്റവും വിലയേറിയ താരം എന്ന റെക്കോർഡ് സ്വന്തമാക്കിയിരിക്കുന്നത് മിച്ചൽ സ്റ്റാർക്കാണ്. മിച്ചൽ സ്റ്റാർക്ക് നേടിയിരിക്കുന്നത് 24,75,00,000 രൂപയാണ് സ്റ്റാർക്കിന് വേണ്ടി എല്ലാ ഫ്രാഞ്ചൈസികളും മികച്ച രീതിയിൽ പോരാടി. അവസാനം കൊൽക്കത്തയും ഗുജറാത്ത് ടൈറ്റൻസുമാണ് 20 കോടി രൂപയ്ക്ക് മുകളിലേക്ക് ഈ രണ്ടു ടീമുകൾ ഏറ്റുമുട്ടുകയും ഒപ്പം കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് 24 പോയിന്റ്, അതായത് ഭീമൻ തുകയ്ക്ക് സ്റ്റാർക്കിനെ സ്വന്തമാക്കുകയും ചെയ്തു. അനുജ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മറ്റൊരു റെക്കോർഡും ഇന്ന് പിറന്നു. പാറ്റ് കമ്മിൻസ്, ഓസ്ട്രേലിയൻ ക്യാപ്റ്റനായ പാറ്റ് കമ്മിൻസിന് വേണ്ടിയുള്ള പോരാട്ടവും നമ്മൾ കണ്ടതാണ്. ശേഷം 20,50,00,000 രൂപയ്ക്ക് പാറ്റ് കമ്മിൻസിനെ, ഓസ്ട്രേലിയൻ നായകനെ ഹൈദരാബാദ് ടീമിൽ എത്തിച്ചിരിക്കുകയാണ്. ഹൈദരാബാദും കൃത്യമായ കണക്കൂട്ടലിൽ തന്നെയാണ് ഇന്ന് ലേലത്തിൽ പങ്കെടുത്തത്. കൃത്യമായി താരങ്ങളെ സെലക്ട് ചെയ്ത് താരങ്ങളെ ടീമിലെത്തിക്കുവാൻ, വമ്പൻ തുകയ്ക്ക് താരങ്ങളെ ടീമിലെത്തിക്കുവാൻ ഹൈദരാബാദ് ശ്രമിച്ചു എന്നതും ശ്രദ്ധേയമാണ്. മറ്റൊരു എടുത്തു പറയേണ്ട, അല്ലെങ്കിൽ ഒരു ഇന്ത്യൻ നിരയിലേക്ക് വരികയാണെങ്കിൽ ഹർഷൽ പട്ടേലിനെ സ്വന്തമാക്കാൻ വേണ്ടിയുള്ള പോരാട്ടമാണ്. പഞ്ചാബ് കിങ്സ് ആണ് ഹർഷൽ പട്ടേലിനെ സ്വന്തമാക്കിയത്. 11.75 കോടി രൂപ മുടക്കിയാണ് ഹർഷൽ പട്ടേലിനെ പഞ്ചാബ് കിങ്സ് ടീമിൽ എത്തിച്ചിരിക്കുന്നത്. നേരത്തെ നമുക്കറിയാം, ഈ ഓസ്ട്രേലിയൻ താരങ്ങളെയും ഒപ്പം തന്നെ രജിൻ രവീന്ദ്ര അടക്കമുള്ള മുൻ താരങ്ങളെയൊക്കെ വലിയ രീതിയിൽ അല്ലെങ്കിൽ റെക്കോർഡ് തുകയ്ക്ക് ഇവരെ സ്വന്തമാക്കുവാൻ ടീമുകൾ സ്വന്തമാക്കും എന്ന തരത്തിലൊക്കെ ആരാധകർ പ്രതീക്ഷിച്ചിരുന്നെങ്കിൽ പോലും രജിൻ രവീന്ദ്ര, ന്യൂസിലൻഡിന്റെ ഓൾറൗണ്ടർ ആയ രജിൻ രവീന്ദ്രയെ കേവലം 1.8 കോടി രൂപയ്ക്കാണ് ചെന്നൈ സൂപ്പർ കിങ്സ് ടീമിൽ എത്തിച്ചിരിക്കുന്നത്. എന്തായാലും ലേലം പുരോഗമിക്കുമ്പോൾ മലയാളി താരങ്ങളും ഏറെ പ്രതീക്ഷയിലാണ്. 8 മലയാളി
മലയാളി താരങ്ങളാണ് ഈ 8 മലയാളി താരങ്ങളാണ് ഈ ടീമിൽ ഇടം നേടാൻ ആകും എന്ന പ്രതീക്ഷയിൽ ഇരിക്കുന്നത്. എന്തായാലും ലേലം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയും താരങ്ങളെ 333 താരങ്ങൾ ഇന്ത്യയിൽ നിന്നും മറ്റ് വിദേശ രാജ്യങ്ങളിൽ നിന്നുമായി 333 താരങ്ങളാണ് ലിസ്റ്റിൽ ഉള്ളത്. ഇവരെല്ലാം പരിഗണിച്ചില്ലെങ്കിൽ പോലും ഈ താരങ്ങളെല്ലാം പരിഗണിച്ചില്ലെങ്കിൽ പോലും ഏകദേശം ഒരു 77ഓളം താരങ്ങളെ പരിഗണിക്കുവാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഒപ്പം തന്നെ ഓസ്ട്രേലിയയുടെ മുൻ ക്യാപ്റ്റനായ സ്റ്റീവ് സ്മിത്ത്, ഇന്ത്യൻ താരം മനീഷ് പാണ്ഡെ അടക്കമുള്ള താരങ്ങളെ പരിഗണിച്ചിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. അനുജ, അതിൽ ഈ താരങ്ങൾ തന്നെയാണോ ഇപ്പോൾ പരിഗണിക്കപ്പെടാതെ പോയതിൽ പ്രധാനപ്പെട്ടവർ എന്ന് പറയുന്നത്? ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ഗീസ് സൂചിപ്പിച്ച ആ പേരുകാർ തന്നെയാണോ? അനുജ, തീർച്ചയായിട്ടും ഓസ്ട്രേലിയയുടെ ഒരു കാലത്ത് ഓസ്ട്രേലിയയെ നയിക്കുകയും ഓസ്ട്രേലിയയ്ക്ക് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കി കൊടുക്കുകയും ട്രോഫികൾ, ചാമ്പ്യൻസ് ട്രോഫിയിലടക്കം വലിയ നേട്ടം ഉണ്ടാക്കി കൊടുത്ത താരമാണ്, നായകനാണ് സ്റ്റീവ് സ്മിത്ത്. സ്റ്റീവ് സ്മിത്തിനെ പരിഗണിച്ചിട്ടില്ല. സ്റ്റീവ് സ്മിത്തിനെ ആദ്യ സെറ്റ് അവസാനിക്കുമ്പോഴും രണ്ടാം സെറ്റ് അവസാനിക്കുമ്പോഴും ആരും തന്നെ വിളിച്ചിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ്. ഒപ്പം തന്നെ ഒരു കാലത്ത് ഇന്ത്യക്ക് വേണ്ടി മികച്ച മധ്യനിരയിൽ മികച്ച പോരാട്ടം കാഴ്ചവെച്ച താരമാണ് മനീഷ് പാണ്ഡെ. ഒപ്പം തന്നെ ദക്ഷിണാഫ്രിക്കയുടെ ഓപ്പണർ ആയ വൺ ഡൗൺ ബാറ്റ്സ്മാനായ റിലി റൂസോയെ പരിഗണിച്ചിട്ടില്ല. അങ്ങനെ നിരവധി താരങ്ങൾ ഈ പരിഗണിക്കാത്തവരുടെ പട്ടികയിൽ ഉണ്ട് എന്നതും ശ്രദ്ധേയമായിട്ടുള്ള, അതിൽ എടുത്തു പറയേണ്ട പേരുകൾ ഈ 3 തന്നെയാണ്. റിലി റൂസെ, ഒപ്പം മനീഷ് പാണ്ഡെ, ഒപ്പം സ്റ്റീവ് സ്മിത്ത്. എന്തായാലും അടുത്ത സെറ്റുകളിലേക്ക് കടക്കുമ്പോൾ ഇവരെ പരിഗണിച്ചേക്കും എന്ന സൂചനകളും ഉണ്ട്. എന്നിരുന്നാൽ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഏകദേശം 77 താരങ്ങളെ മാത്രമാണ് ടീമുകൾ പരിഗണിക്കുന്നത്. ഈ 77 താരങ്ങളിൽ നിരവധി യുവ താരങ്ങളുണ്ട്. ഇപ്പോൾ നമുക്കറിയാം മലയാളി താരങ്ങളടക്കം നിരവധി യുവ താരങ്ങൾ പരിഗണിക്കപ്പെടേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരിലേക്ക് കൂടി പട്ടിക നീളുമോ എന്നതാണ് ഇനി ഉറ്റുനോക്കുന്നത്. അനുജ, IPL താരലേലത്തിന്റെ ഏറ്റവും പുതിയ വിവരങ്ങളൊക്കെയാണ് ഗീസ് പീറ്റർ നൽകിയത്. അതിൽ താരമായി മാറിയിരിക്കുന്ന മിച്ചൽ സ്റ്റാർക്കാണ് ഏറ്റവും കൂടിയ തുക. 24,75,00,000 രൂപയ്ക്ക് സ്റ്റാർക്കിനെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് സ്വന്തമാക്കുന്നു. ഒപ്പം 2ാം സ്ഥാനത്ത് പാറ്റ് കമ്മിൻസ് ആണ്. അങ്ങനെ ഓസ്ട്രേലിയൻ താരങ്ങൾക്ക് വലിയ മൂല്യമുണ്ട് എന്നുള്ളത് കൂടിയാണ് ഇന്നത്തെ താരലേലത്തിലൂടെ വ്യക്തമാക്കപ്പെടുന്നത്. പാറ്റ് കമ്മിൻസിനെ ഹൈദരാബാദാണ് സ്വന്തമാക്കിയത്. ഒപ്പം ഡാരൽ മിച്ചൽ, രചൻ രവീന്ദ്ര എന്നിവർ ചെന്നൈ ടീമിലേക്ക് എത്തുന്നു. എന്നാൽ പരിഗണിക്കപ്പെടാതെ പോയ ഏറ്റവും പ്രധാനപ്പെട്ട പേരിൽ 2 പേരുകാർ ഉള്ളത് സ്റ്റീവ് സ്മിത്തും മനീഷ് പാണ്ഡെയുമാണ്. താരലേലം പുരോഗമിക്കുകയാണ്. ഇനി നമ്മൾ പോകുന്നത് ചൈനയിലേക്ക്. ചൈനയിൽ ഭൂചലനം. വടക്ക് പടിഞ്ഞാറൻ ചൈനയിൽ ഗ്യാൻഷാവിലുണ്ടായ ഭൂചലനത്തിൽ മരണം 116 റിക്ടർ സ്കെയിലിൽ 6.2 രേഖപ്പെടുത്തിയ ഭൂചലനത്തിൽ 400-ലേറെ പേർക്ക് പരിക്കേറ്റു. കൊടും തണുപ്പ് രക്ഷാപ്രവർത്തനത്തിന് വെല്ലുവിളിയാണ്. ഇന്നലെ അർദ്ധരാത്രിയോടെയാണ് ഭൂചലനമുണ്ടായത്. ഗാൻസു പ്രവിശ്യയിലുണ്ടായ ഭൂചലനത്തിന്റെ ആഘാതം തൊട്ടടുത്ത പ്രദേശമായ കിൻഗ്വായിലുമുണ്ടായി. ഗൻസുവിൽ നിന്ന് 100 കിലോമീറ്റർ അകലെയാണ് പ്രഭവകേന്ദ്രം. ജിഷിഷാൻ കൌണ്ടി പ്രദേശത്താണ് ഏറ്റവും അധികം നാശനഷ്ടം. കെട്ടിടങ്ങൾ തകർന്നു. നിരവധി പേർക്ക് ജീവൻ നഷ്ടമായി. 100 കണക്കിന് ആളുകൾ കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങൾക്കടിയിൽ കുടുങ്ങി. അടിയന്തര ദൌത്യ സംഘവും സന്നദ്ധ സംഘടനകളും പ്രദേശത്തെത്തി. എന്നാൽ കൊടും ശൈത്യം രക്ഷാപ്രവർത്തനത്തിന് വെല്ലുവിളിയാകുന്നതായാണ് വിവരം. അടിയന്തര ദൌത്യ സംഘവും സന്നദ്ധ സംഘടനകളും പ്രദേശത്തെത്തി. എന്നാൽ കൊടും ശൈത്യം രക്ഷാപ്രവർത്തനത്തിന് വെല്ലുവിളിയാകുന്നതായാണ് വിവരം. പ്രദേശത്ത് വൈദ്യുതി വിതരണം പൂർണ്ണമായും തകരാറിലായി. രക്ഷാപ്രവർത്തനങ്ങൾ ഊർജിതമാക്കാൻ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് നിർദ്ദേശം നൽകി. തായ്വാൻ പ്രസിഡന്റ് സായ് ഇങ് വെൻ അടിയന്തര സഹായം എത്തിക്കുന്നതിന് സന്നദ്ധത അറിയിച്ചു. ഇന്റർനാഷണൽ ഡെസ്ക് 24. ഗസയിൽ വെടിനിർത്തൽ ആവശ്യപ്പെട്ടുള്ള പ്രമേയത്തിൽ UN രക്ഷാസമിതിയിൽ ഇന്ന് വോട്ടെടുപ്പ്. ആക്രമണം ഹമാസ് കേന്ദ്രങ്ങളിൽ മാത്രമാക്കി പരിമിതപ്പെടുത്തണമെന്ന് ഇസ്രയേലിനോട് ആവശ്യപ്പെട്ടതായി അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറി അറിയിച്ചു. ഗസയിൽ സ്ഥിതിഗതികൾ രൂക്ഷമാകുമ്പോഴും ഇസ്രയേലിന് പിന്തുണ ആവർത്തിക്കുകയാണ് അമേരിക്ക. ചെങ്കടലിൽ ഹൂതികൾ നടത്തിയ ആക്രമണങ്ങൾക്ക് മറുപടിയായി പ്രോസ്പെരിറ്റി ഗാർഡിയൻ എന്ന ഓപ്പറേഷൻ ആരംഭിച്ചതായി അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറി ലോയ്സ് ഓസ്റ്റിൻ അറിയിച്ചു. ഇസ്രയേലിലേക്കും തിരിച്ചുമുള്ള കപ്പലുകൾക്ക് നേരെ ഹൂതി ആക്രമണം ശക്തമായ സാഹചര്യത്തിൽ ചെങ്കടൽ വഴിയുള്ള കപ്പൽ ഗതാഗതം വിവിധ കമ്പനികൾ നിർത്തിവെച്ചു. പലസ്തീനികൾ പട്ടിണിയിൽ വലയുമ്പോഴും അതും യുദ്ധതന്ത്രമാക്കി മാറ്റുകയാണ് ഇസ്രയേലെന്ന് ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് ആരോപിച്ചു. ജബലിയ അഭയാർത്ഥി ക്യാമ്പിന് നേരെ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ 110 പേർ കൊല്ലപ്പെട്ടു. തടവുകാരെ കൈമാറാൻ സമ്മതം അറിയിച്ചതായി ഹമാസ് അവകാശപ്പെട്ടു. ഗസ സിറ്റിയിലെ അൽ അഹ്ലി ആശുപത്രിക്ക് നേരെയും ആക്രമണമുണ്ടായി. ഗസയിൽ മരണസംഖ്യ 19,453. ഇന്റർനാഷണൽ ഡെസ്ക് 24. വയനാട് വാഗേരിയിൽ പിടിയിലായ നരഭോജി കടുവയെ തൃശൂരിലെ പുത്തൂർ സുവോളജിക്കൽ പാർക്കിലെത്തിച്ചു. മുഖത്തും കൈക്കും പരുക്കേറ്റ കടുവയ്ക്ക് ചികിത്സ തുടങ്ങി. വയനാടിനെ വിറപ്പിച്ച നരഭോജി കടുവയെ 10 ദിവസം നീണ്ട ദൗത്യത്തിലൂടെയാണ്
ഇന്നലെ പിടികൂടിയത്. വെടിവെച്ചു കൊല്ലണമെന്ന നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്നാണ് കടുവയെ ജില്ല കടത്തിയത്. കുപ്പാടി മൃഗപരിപാലന കേന്ദ്രത്തിൽ നിന്ന് വനം വകുപ്പിന്റെ ലോറിയിലാണ് കടുവയെ രാവിലെ പുത്തൂർ സുവോളജിക്കൽ പാർക്കിൽ എത്തിച്ചത്. 2 DFOമാരുടെ നേതൃത്വത്തിലുള്ള സംഘം ഒപ്പമുണ്ടായിരുന്നു. പുത്തൂരിൽ പുതിയ കടുവയ്ക്കായുള്ള സജ്ജീകരണങ്ങൾ ഇന്നലെ രാത്രി തന്നെ ഒരുക്കിയിരുന്നു. കടുവയുടെ മുഖത്ത് ചെറുതല്ലാത്ത പരുക്കുണ്ട്. ആദ്യം ചികിത്സ. ട്രീറ്റ്മെൻറ്റ് നമ്മളിപ്പോൾ വൂണ്ടിൻ്റെ ഡെപ്തും വ്യാപ്തിയും ഒക്കെ നമ്മൾ അസസ് ചെയ്യും. വൂണ്ടിൽ ഇൻഫെക്ഷനോ മാഗറ്റ് പുഴു ഉണ്ടോ എന്നൊക്കെ നമ്മൾ നോക്കും. അതിനനുസരിച്ച് ബേസിക് ട്രീറ്റ്മെൻറ്റ് ആൻറ്റിബയോട്ടിക് തെറാപ്പി വൂണ്ട് ക്ലീനിങ് ഇപ്പോൾ ചെയ്യും. അത് കഴിഞ്ഞ ഒരു 2 days കഴിയുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ വിശദമായ രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റിലേക്ക് കിടക്കും. ഇപ്പോൾ അതിൻ്റെ സ്ട്രെസ് ഒന്ന് കഴിയുന്നവരെ നമ്മൾ ബേസിക് ട്രീറ്റ്മെൻറ്റും ബേസിക് സപ്പോർട്ടുമാണ് ഇപ്പോൾ കൊടുക്കുന്നത്. 13 വയസ്സുള്ള ആൺകടുവയെ പിന്നീട് നിരീക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റി. നിരീക്ഷിച്ച ശേഷം മറ്റു നടപടികളിൽ തീരുമാനമെടുക്കും. ഡോക്ടേഴ്സിൻ്റെ ഒരു ടീമുണ്ട്. വയനാട് നിന്നുള്ള ഡോക്ടറുണ്ട്, നമ്മുടെ ഡോക്ടറുണ്ട്. അതിനെ സ്ക്വീസ് കേജിലാണ് വെച്ചിരിക്കുന്നത്. 2 ഡോക്ടേഴ്സ് ഇപ്പോൾ അതിനെ ഒബ്സർവ് ചെയ്യും. എന്താണ് അതിൻ്റെ എത്രത്തോളം വൂണ്ട് ഉണ്ട്, അതിൻ്റെ അസസ്മെൻറ്റ് ചെയ്ത ശേഷം അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോകോൾസ് ഡോക്ടേഴ്സ് വർക്കൗട്ട് ചെയ്യും. അതനുസരിച്ചിട്ട് കടുവേനെ നമ്മൾ ഒബ്സർവേഷനിൽ സ്ക്വീസിൽ വെച്ചിട്ട് ഒബ്സർവ് ചെയ്ത് അതിനുള്ള പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് കൊടുക്കും. ഒരു 3-4 days ഡോക്ടേഴ്സ് പറഞ്ഞതാണ്. 3-4 days ഒബ്സർവേഷനിലും ട്രീറ്റ്മെൻറ്റിലും വെച്ച ശേഷം നമ്മൾ ക്യൂബിക്കിളിലേക്ക് എൻട്രി ചെയ്യും. ദുർഗ, വൈഗ എന്നീ 2 കടുവകൾ കൂടി നിലവിൽ പുത്തൂർ മൃഗപരിപാലന കേന്ദ്രത്തിലുണ്ട്. 24 തൃശൂർ. അയോധ്യയിലെ രാമക്ഷേത്ര ഉദ്ഘാടന ചടങ്ങിന് LK അദ്വാനിയെയും മുരളി മനോഹർ ജോഷിയെയും ക്ഷണിച്ച് സംഘാടകർ. പങ്കെടുക്കാൻ പരമാവധി ശ്രമിക്കുമെന്ന് ഇരു നേതാക്കളും ഉറപ്പ് നൽകിയതായി സംഘാടകർ അറിയിച്ചു. ഉദ്ഘാടന ചടങ്ങിൽ LK അദ്വാനി പങ്കെടുക്കില്ലെന്ന വാർത്തകൾ നിഷേധിച്ചാണ് VHP ഇക്കാര്യം അറിയിച്ചത്. R രാധാകൃഷ്ണൻ വിശദാംശങ്ങളുമായി. RK, ഇതിൽ രഥയാത്ര എന്നൊക്കെയുള്ളത് പറയുമ്പോൾ നമ്മൾ ആദ്യം തന്നെ ഓർക്കുന്ന പേരുകളാണ് ഇവരുടേതൊക്കെ. പക്ഷേ ആരോഗ്യം, പ്രായാധിക്യം എന്നൊക്കെയുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണല്ലോ. ഇപ്പോൾ ഈ നേതാക്കൾ പങ്കെടുക്കും എന്ന തരത്തിലേക്കാണോ വാർത്തകൾ വരുന്നത്, അല്ലെങ്കിൽ അതിന് പരമാവധി ശ്രമിക്കുമെന്ന്? അനുജ, ഇതില് ഈ ചില മാധ്യമങ്ങളിൽ ഈ അദ്വാനി പങ്കെടുക്കില്ല അഥവാ മുരളി മനോഹർ ജോഷിയും പങ്കെടുക്കില്ല എന്ന വിധത്തിൽ ഉള്ള ചില വാർത്തകൾ വന്നിരുന്നു. എന്നാൽ അക്കാര്യത്തിൽ ഒരു പ്രസ്താവന ഇതുവരെയും അല്ലെങ്കിൽ അഥവാ ഒരു തീരുമാനം ഇതുവരെയും ഉണ്ടായിട്ടില്ല എന്നത് വ്യക്തമാക്കുകയാണ് ഇപ്പോൾ ഈ സംഘാടകർ ചെയ്തിരിക്കുന്നത്. നിലവിൽ 2 നേതാക്കളെയും ഔദ്യോഗികമായിട്ട് തങ്ങൾ ഇന്നാണ്. അതുകൊണ്ട് തന്നെ അവർ വരാമെന്നാണ് ഇപ്പോൾ വരാൻ പരമാവധി ശ്രമിക്കും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഇത് സംബന്ധിച്ച് വന്ന മറ്റ് വാർത്തകളൊന്നും അടിസ്ഥാനമില്ലാത്തതാണ് എന്നാണ് ഫലത്തിൽ ഇതുവഴി വിശദീകരിക്കുന്നത്. എല്ലാവിധത്തിലുള്ള ഒരുക്കങ്ങളും അവിടെ പൂർത്തിയായി വരികയാണ്. 22-ാം തീയതിയാണ്, ജനുവരി 22-നാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രാണപ്രതിഷ്ഠ നടപടികൾ, ചടങ്ങുകൾ നടക്കാനായിട്ട് പോകുന്നത്. ആ ദിവസമാണ് LK അദ്വാനിയും മുരളി മനോഹർ ജോഷിയും പങ്കെടുപ്പിക്കാനായി ഇപ്പോൾ ശ്രമം നടക്കുന്നത്. അന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ള രാജ്യത്തെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ ഉൾപ്പെടെയുള്ളവരായിരിക്കും അവിടെ പങ്കെടുക്കുന്നത്. ആ ചടങ്ങിലായിരിക്കും ഇരുവരും ഉണ്ടാകുക എന്നാണ് ഇപ്പോഴത്തെ സൂചന. അത് സ്ഥിരീകരിച്ച് തന്നെ നമുക്ക് നൽകാൻ കഴിയുന്ന വിവരമാണോ RK, ഇവർ പങ്കെടുക്കും എന്നുള്ളത്? അതിന് തീർച്ചയായിട്ടും ഇല്ല. ഇവർ പങ്കെടുക്കാൻ പരമാവധി ശ്രമിക്കും എന്ന് തങ്ങളെ അറിയിച്ചു എന്നാണ് സംഘാടകർ ഇപ്പോൾ വാർത്താക്കുറിപ്പിൽ അറിയിച്ചിരിക്കുന്നത്. അഥവാ ഇവർ പങ്കെടുക്കില്ല എന്ന വാർത്ത നിഷേധിക്കുന്ന ഒരു സാഹചര്യത്തിന് വേണ്ടി ഉള്ള ഒരു വ്യക്തമാക്കലാണ് ഇത് എന്ന് അറിയാനായിട്ട് സാധിക്കുന്നുണ്ട്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിൽ മറ്റ് സൗകര്യങ്ങൾ അടക്കമുള്ളവ ഒരുക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ഇവർ യാത്രയ്ക്ക് തയ്യാറായേക്കും. 2 പേർക്കും പ്രായം സംബന്ധിച്ച വലിയ ബുദ്ധിമുട്ടുകൾ നേരിടുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ഈ ഒരു അവസ്ഥ കൂടി പരിഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു വാർത്താക്കുറിപ്പ് ഈ ഒരു വിശദീകരണത്തിൽ. ഒരു കാര്യം കൂടി RK, ഇതിൽ കേരളത്തിൽ നിന്ന് മോഹൻലാലിൽ, അമൃതാനന്ദമയി അവർക്കൊക്കെ ക്ഷണമുണ്ടോ എന്നൊക്കെയുള്ള തരത്തിൽ വാർത്തകൾ ഉണ്ടല്ലോ. അതിന്റെ കൂടി സ്ഥിരീകരണം എന്താണ്? ഇക്കാര്യത്തില് മോഹൻലാലിനും അമൃതാനന്ദമയി അടക്കമുള്ള സിനിമാ രംഗത്തെ പ്രധാനപ്പെട്ട ആളുകളെ ഈ ചടങ്ങിലേക്ക് ക്ഷണിക്കും എന്ന് സംഘാടകർ അറിയിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ മോഹൻലാലിന് സുരേഷ് ഗോപി അടക്കമുള്ള ചില താരങ്ങൾക്ക് കേരളത്തിൽ നിന്ന് അവസരമുണ്ടാകുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. രാജ്യത്തെ പ്രധാനപ്പെട്ട സന്യാസി വര്യരെയെല്ലാം ഈ 22-ന്റെ ചടങ്ങുകളിലേക്ക് ക്ഷണിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് മാതാ അമൃതാനന്ദമയി ഇക്കൂട്ടത്തിൽ പ്രധാനപ്പെട്ട സ്ഥാനത്ത് തന്നെയുണ്ട്. അവർ ആദ്യ പേരുക എന്ന നിലയിൽ തന്നെ ഈ ചടങ്ങിന്റെ ഭാഗമാകുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. അയോധ്യയിലെ രാമക്ഷേത്ര ഉദ്ഘാടന ചടങ്ങിൽ LK അദ്വാനി, മുരളി മനോഹർ ജോഷി എന്നിവരെ ക്ഷണിച്ചിട്ടുണ്ട് സംഘാടകർ. പങ്കെടുക്കാൻ പരമാവധി ശ്രമിക്കുമെന്ന് ഇരു നേതാക്കളും ഉറപ്പ് നൽകിയിട്ടുണ്ട് എന്ന് സംഘാടകർ പറയുന്നു. VHP ഇക്കാര്യം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി ഇപ്പോഴത്തെ കാലാവസ്ഥ.
ഇന്ന് സംഭവിച്ച ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിലാണ് വിശദമായി പ്രേക്ഷകർ കണ്ടത്. ഇനി ഇപ്പോൾ കിട്ടിയത് ഗോകുൽ രവിയും സോന ജെറിയും. നമസ്കാരം.